SSC റെയിൽവേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള GK സീരീസ്. അതിൽ ആദ്യം തന്നെ ഹിസ്റ്ററി ഭാഗമാണ് എടുക്കുന്നത്. ഇതുവരെ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അടുത്ത 3ാമത്തെ വീഡിയോ ആണ്. ടോപ്പിക്ക് വേദിക് ഏജ്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നോക്കിയത് സ്റ്റോൺ ഏജ് ആയിരുന്നു. സ്റ്റോൺ ഏജ് ശേഷം 2ാമത്തെ വീഡിയോയിൽ നോക്കിയത് ഹാരപ്പൻ സിവിലൈസേഷൻ, അതായത് ബ്രോൺസ് ഏജ്. സ്റ്റോണിന് ശേഷം കോപ്പറും പിന്നെ ടിന്നും ചേർന്നിട്ട് ബ്രോൺസ് ഏജ് ഉണ്ടായി. അപ്പോൾ അതാണ് 2ാമത്തെ വീഡിയോ. ഇനിയിപ്പോൾ അടുത്തത് ഈ ബ്രോൺസിന് ശേഷം, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷൻ സമയത്ത് എന്തില്ല, അയൺ ടൂൾസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ശേഷം അയൺ ഏജ് എന്നുള്ള രീതിയിൽ അയൺ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴുള്ള അടുത്ത ഫേസാണ് വേദിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ടൈം പീരീഡ് എന്താണെന്ന് നോക്കാം ആദ്യം. അപ്പോൾ വേദിക് ഏജ് ബേസിക്കലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏർലി വേദിക് പീരീഡ്, ഒരു ഏർലി വേദിക് പീരീഡും അതിന് ശേഷം ലേറ്റർ വേദിക് പീരീഡും. അപ്പോൾ അവിടെ വരുന്ന സൊസൈറ്റിയിലും ബാക്കിയുള്ള സ്ട്രക്ചറിലൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ വരുന്ന വഴിയിൽ കാണാം. അപ്പോൾ എന്താണ് വേദിക്? ഈ വേദിക് എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? വേദം. നമ്മൾ കേട്ടിട്ടുണ്ടാവും 4 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം. അപ്പോൾ അങ്ങനെ അത് പ്രധാനപ്പെട്ട വേദങ്ങൾ. അപ്പോൾ ഈ വേദങ്ങൾ എങ്ങനെയാണ് വന്നത്, എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ അതാണ് ആര്യൻ ഇൻവേഷൻ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ആദ്യത്തെ ടോപ്പിക്ക്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത് ഹാരപ്പൻസ്, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അതിൻ്റെ സ്ട്രക്ചറൊക്കെയാണ്. അപ്പോൾ മെച്യൂർ ഫേസിൽ 2500 മുതൽ 1700 വരെയാണ് BC 2500 മുതൽ 1700 വരെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം അത് ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങി. ആ മെച്യൂർ ഫേസിന് ശേഷം അതിനുശേഷം പുതുതായിട്ട് വരുന്നതാണ് ആര്യൻസ് എന്ന് പറയുന്നവർ. അപ്പോൾ എന്താണ് ഈ ആര്യൻസ്? അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇന്ത്യ ഇവിടെയാണെങ്കിൽ ഇവിടെ ഈ സെൻട്രൽ ഏഷ്യ, അതായത് റഷ്യയുടെ ഒക്കെ സൗത്ത് ഭാഗത്തു നിന്ന് ഈ ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആളുകളാണ് ഒരു ഇന്തോ യൂറോപ്യൻ റേസാണ് ആര്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്ത് സംഭവിച്ചു? ആ ഒരു ടൈമിൽ ഒരു യൂറോപ്പിലേക്കും അതുപോലെ ഇന്ത്യയുടെ ഈ സബ് കോണ്ടിനെൻ്റ് ഭാഗത്തേക്കുമുള്ള അവർ യാത്ര ചെയ്ത് ഇങ്ങനെ വരികയും, അപ്പോൾ അവർ വരുന്ന സമയത്ത് ഇതിനെയാണ് ആര്യൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അവരെങ്ങനെ വന്നു, ഇവിടെ യുദ്ധം നടന്നോ അല്ല യുദ്ധങ്ങളൊന്നും ഇല്ലാതെ ചേർന്ന് നിന്നോ, അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ടോപ്പിക്കുകൾ. ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജസ് എന്താണ്? അപ്പോൾ നമ്മളെ വേദങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് അടക്കമുള്ളത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. സംസ്കൃത ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ഫാമിലിയിലുള്ളതാണ്? ഇന്തോ യൂറോപ്യൻ. ഒറിജിനലി ആര്യൻ സീംസ് ടു ഹാവ് ലിവ്ഡ് ഏരിയാസ് ഓഫ് സദേൺ റഷ്യ ടു സെൻട്രൽ ഏഷ്യ, നമ്മളെ തുർക്കിയൊക്കെ ഉള്ള ഭാഗം. അപ്പോൾ അവർ ഹോഴ്സിൽ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അഡ്വെൻറ്റ് ചെയ്ത് വരാൻ തുടങ്ങി. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? എന്തെങ്കിലും തെളിവ് വേണമല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗവും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നീട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇറാൻ്റെ ഏരിയ, അതായത് പഴയ പേർഷ്യയുടെ ഒക്കെ ഭാഗത്ത് അവിടെ നമുക്ക് വേദങ്ങൾ പോലെ ആ പേർഷ്യയുടെ ഒക്കെ ഭാഗത്തുള്ള അവരുടെ വേദമാണ് ഈ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഋഗ്വേദം പോലെ പേർഷ്യൻ ഭാഗത്തെ അവരുടെ ആൻഷ്യൻ്റ് ബുക്കുകളാണ് അവസ്ഥ. അപ്പോൾ അവസ്ഥയിലെയും നമ്മളെ ഈ ഋഗ്വേദത്തിലെയും പല കാര്യങ്ങളും തമ്മിൽ നല്ല സാമ്യത ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നീടാണ് ഈ ആര്യൻ ഇൻവേഷനൊക്കെ നടന്നതായിട്ടുള്ള തിയറീസ് വരുന്നത്. അപ്പോൾ ആദ്യം നോക്കാനുള്ളത്, ഇതുപോലെ ആര്യൻസുമായി ബന്ധപ്പെട്ട പല തിയറികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊന്നാണ് ബാലഗംഗാധര തിലകിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബുക്കുണ്ട്. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ആർട്ടിക് ഹോം ടു വേദാസ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ആർട്ടിക് ഹോം ടു വേദാസ് ആരാണ് എഴുതിയത്? ബാലഗംഗാധര തിലകാണ്. അപ്പോൾ ഈ ബുക്കിൽ പറയുന്നത് എല്ലാ ഇന്ത്യക്കാരും ആര്യൻസാണ്. ആര്യൻസ് വരുന്നത് ഇന്ത്യയുടെ പിന്നെ ആർട്ടിക് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ നമ്മൾക്ക് വേണ്ടത് സെൻട്രൽ ഏഷ്യയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായി. അതായത് തുർക്കിയുടെ ഭാഗത്ത് ബൊഗാസാക്കി ഇൻസ്ക്രിപ്ഷനിൽ അവിടുത്തെ അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ്, അവരെ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ ഒക്കെ എന്തുമായിട്ട് സാമ്യമുണ്ട്?
ഇന്ദ്രൻ, വരുണ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ വേദകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗോഡസുമായിട്ട് സാമ്യമുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നുള്ളത്. ഇപ്പം അതുപോലെ നമ്മുടെ സംസ്കൃതത്തിലെ വാക്കുകൾ, ഇപ്പോൾ ബ്രദർ എന്ന് പറഞ്ഞാൽ ബ്രാത്ത്, സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ത്, അന്തർ അണ്ടർ. അപ്പോൾ ഇതുപോലെ സാമ്യതകൾ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ സിമിലർ സൗണ്ടിങ് വേർഡ്സ്. അപ്പോൾ ആ കണക്ഷൻ അവിടുന്ന് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അടുത്ത വേദാസുമായിട്ടുള്ള കണക്ഷൻ, ഇതാണ് നേരത്തെ പറഞ്ഞ അവസ്ഥ. അത് പേർഷ്യ, ഇറാൻ ഭാഗത്തുള്ള സെയ്ത അവസ്ഥ, ആ സമയത്ത് കമ്പയർ ചെയ്ത ബുക്കും നമ്മളുടെ ഋഗ്വേദവുമായിട്ട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വേദങ്ങൾ എന്താണെന്നുള്ളത്. വേദം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എഴുതിയതല്ല, ഗിഫ്റ്റഡ് ബൈ ഗോഡ് എന്നാണ് പറയുന്നത്. വേദാസ് അപൗരുഷ്യ അതാണ് പറയുന്നത്. നോട്ട് ക്രിയേറ്റഡ് ബൈ മാൻ ബട്ട് ഗിഫ്റ്റഡ് ബൈ ഗോഡ്. ആദ്യം തന്നെ പറയുന്നത് ഈ വേദാസിൻ്റെ സബ് ഡിവിഷൻ, അതായത് എത്ര പാർട്ടുകളാണ് ഉള്ളതെന്നുള്ളത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 4 ടൈപ്പാണ് ഉള്ളത്, 4 സബ് ഡിവിഷൻസ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തെ സംഹിത, കളക്ഷൻ ഓഫ് ഹൈംസ്. അതായത് ഹൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്, ഒന്ന് ഹൈംസും പിന്നെ ഒന്ന് വേഴ്സസും. അപ്പോൾ നമുക്കറിയാം ഈ വേദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു പോയറ്റിക് ആയിട്ടുള്ള ഒരു പോയമിൻ്റെ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ വേഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഓരോ ലൈന്, ഒരു സെപ്പറേറ്റ് ലൈൻ, ഇൻഡിവിജ്വൽ ലൈൻസിനെ പറയുന്നതാണ് വേഴ്സസ്. അപ്പം അങ്ങനെ ഒരുപാട് ലൈന് ചേർന്നിട്ട് ഇപ്പം നമുക്ക് മനസ്സിലാവാൻ ഒരു പോയം എന്ന് പറയും, ഒരു ചെറിയ പോയം, അങ്ങനെയുള്ളതാണ് ഈ ഹൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈംസിൻ്റെ കളക്ഷന് പറയുന്ന പേരാണ് സംഹിത. അപ്പോൾ നമുക്ക് മലയാളത്തിലും സംഹിത എന്നൊക്കെ പറയുന്നത് എന്താണ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ കൂട്ടി വെക്കുന്നതല്ലേ. അപ്പോൾ അതാണ് ഹൈംസ്. പിന്നെ ആ ഒരു ലൈനിന് പറയുന്നതാണ് വേഴ്സസും ഹൈംസിൻ്റെ കളക്ഷന് പറയുന്നതാണ് സംഹിത. അടുത്ത ബ്രാഹ്മൺസ് എന്ന് പറയുന്നത് വേദങ്ങളുടെ അവസാന ഭാഗത്തുണ്ടാവുന്ന സാക്രിഫൈസസ്, റിച്വൽസ് ഒക്കെ ബന്ധപ്പെട്ടുള്ളതാണ് ബ്രാഹ്മൺസ്. അപ്പോൾ ഇത് പിന്നീട് വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇത് ചെയ്യുന്ന ആളുകളാണ് ബ്രാഹ്മണന്മാർ. അപ്പോൾ ഇത് കോമൺ മാനിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പല ഡൈവേർഷനും ഹിന്ദുയിസത്തിൽ സംഭവിക്കുന്നത്. സിക്കിസം, ബുദ്ധിസം, ജൈനിസം എന്നെല്ലാം പറയുന്നത്. അടുത്തതാണ് അരണ്യകാസ്, അതായത് ഹെർമിറ്റ്സ്. അതായത് ഇപ്പോൾ ഈ വേദങ്ങളൊക്കെ പഠിക്കുന്ന ആളുകളിൽ ജംഗിളിൽ, കാട്ടിലൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുമൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടാവും. അവരുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് അവരെ റിച്വൽസ്, അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അരണ്യകാസ്. അടുത്ത 4മത്തത് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് മറ്റൊരു പേരാണ് വേദാന്ത. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വേദാന്ത എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ 4 ഏതെങ്കിലും 3 ചോദിക്കും, 4 ഓപ്ഷനിലുണ്ടാവും. വേദാന്ത എന്നറിയപ്പെടുന്നത് ഉപനിഷത്തുകളാണ്. അപ്പോൾ ഉപനിഷത്തുകൾ എന്താണ്? ഒരു വേദത്തിൻ്റെ സബ് പാർട്ട്, അതാണ് 4 ഒന്നാണ് ഉപനിഷത്തുകൾ. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഋഗ്വേദം എടുക്കുമ്പം അതിൻ്റെ ഉപനിഷത്ത് ഉണ്ടാവും, സാമവേദം എടുക്കുമ്പം അതിൻ്റെ ഉപനിഷത്തുകൾ ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ 108 ഉപനിഷത്തുകളാണ് ഉള്ളത്. 108 ഉപനിഷത്തുകൾ, പ്രധാനപ്പെട്ട 10. അടുത്തത് ഇനി ഇവിടെ നോക്കാനുള്ളത് ഈ വേദങ്ങളെ പറ്റിയിട്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും 4 പ്രധാനപ്പെട്ട വേദങ്ങൾ: ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. അപ്പോൾ അത് 4നെയും പറ്റി ആദ്യം തന്നെ നോക്കാം. ഇവിടെ ഒരു മിസ്സായി പോയൊരു പോയിൻ്റ് ഉണ്ട്. പിന്നെ ഏർലി വേദിക് പീരീഡ് ആദ്യം പറഞ്ഞു, അതിൻ്റെ ഒരു ടൈം പീരീഡ് പറഞ്ഞു 1500 to 1100. അപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ ആര്യൻസ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആരുമായിട്ട്, അവിടെ ഉണ്ടായിരുന്ന നോൺ ആര്യൻസുമായിട്ട് ഇഴുകിച്ചേർന്ന് അവർ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ പതുക്കെ ഒരുപാട് ട്രൈബ്സ് രൂപപ്പെടാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ഒരുപാട് ട്രൈബ്സ് രൂപപ്പെടാൻ തുടങ്ങി. അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ട്രൈബാണ് ഇവിടെ കാണുന്നുണ്ട്, ഒരു ഭരത ട്രൈബ്. അതായത് നമ്മളെ ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത് എന്നാണ് എന്തിലുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ആ ഭാരത് എന്ന് ഇന്ത്യക്ക് പേര് വരുന്നത് എങ്ങനെയാണ്? ഈ ട്രൈബിൻ്റെ പേരിൽ നിന്നാണ് അതിൻ്റെ ഒറിജിൻ, ഈ ഭാരത ട്രൈബ്. അപ്പോൾ ഇവിടെ ഈ ഭാരത ട്രൈബും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന
ഒരു 5 ആര്യൻ ട്രൈബ് പ്ലസ് നോൺ ആര്യൻ ട്രൈബ് 5 ആൾ. അപ്പോൾ ഇങ്ങനെ ഈ 10 പേര് ഈ ഭാരത ട്രൈബുമായിട്ട് യുദ്ധം ഉണ്ടായി. അതാണ് റെക്കോർഡിൽ ആദ്യത്തെ യുദ്ധം, ദശരഥ വാർ എന്ന് പറയും. ഇതിൽ ആര് ജയിക്കും? അതായത് ഈ ഭരത ട്രൈബും ഓപ്പോസിറ്റുള്ള 10 മറ്റ് ട്രൈബ്സ്, ചെറിയ ട്രൈബ്സുമായി ചേർന്നിട്ട് യുദ്ധം നടത്തുകയും ഈ ഭരത ട്രൈബ് ജയിക്കുകയും ചെയ്യും. അങ്ങനെ അതാണ് ഏർലി വേദിക് പീരീഡിൽ മെൻഷൻ ചെയ്യുന്ന ആദ്യത്തെ വാറ്. ഈ ഭരത ക്ലാൻ എന്നാണ് ഇന്ത്യക്ക് ഭാരത് എന്നുള്ള പേര് വരുന്നത്. ഇതിൽ ഇവിടുന്ന് ജയിച്ച ഈ ഭരത ട്രൈബിലെ സുദാസും അതുപോലെ ഇവിടെ ഉണ്ടായ പുരുസും ചേർന്നിട്ടാണ് പുരുസും ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? കുരു എന്ന് പറയുന്ന ട്രൈബ് ഉണ്ടാകുന്നത്. ഇതാണ് പിന്നെ നമ്മൾ പാണ്ഡവന്മാരും കൗരവന്മാരും ഒക്കെയുള്ള കുരുക്ഷേത്ര യുദ്ധത്തിലേക്കൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെയാണ് ആദ്യത്തെ വാർ, ദശരഥ വാർ. തിരിച്ച് വേദങ്ങളിലേക്ക് വരാം. 4 ടൈപ്പ് വേദം. ഏറ്റവും ആദ്യം എഴുതിയ വേദമാണ് ഋഗ്വേദം. ഏറ്റവും ഓൾഡസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് വേദവുമാണ്. ഏർലി വേദിക് പീരീഡ്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേദിക് പീരീഡിലെ ഫസ്റ്റത്തെ ഫേസ് ഏർലി വേദിക് പീരീഡിൽ എഴുതി. ഈ 4 എണ്ണത്തിൽ ഒറ്റൊന്ന് മാത്രമേ ഏർലി വേദിക് പീരീഡിൽ എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ള 3ഉം ലേറ്റർ വേദിക് പീരീഡിൽ എഴുതിയതാണ്. അപ്പോൾ ഋഗ്വേദ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ഹൈംസ്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഋഗ്വേദം 10 മണ്ഡൽസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് 10 ചെറിയ പുസ്തകം എന്നല്ലേ മനസ്സിലാക്കുക. അതായത് ഋഗ്വേദം എന്ന് പറയുന്നത് ഒരു 10 ചെറിയ പുസ്തകങ്ങളുടെ ഒരു ബുക്കാണ്. അപ്പോൾ ആ മണ്ഡൽസ് എന്നാണ് അതിന് വിളിക്കുക. 10 മണ്ഡൽ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇതിൽ എത്ര ഹൈംസ് ഉണ്ട്? ഹൈംസ് എന്ന് പറഞ്ഞു ചെറിയ ചെറിയ പോയങ്ങൾ മനസ്സിലാക്കാൻ. 1028 ഹൈംസ് ഉണ്ട്. അതുപോലെ ഓരോ ഹൈംസിലും ഒരുപാട് വേഴ്സസ് ഉണ്ടാവില്ല. ടോട്ടലി 10,600 വേഴ്സസ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഓർമ്മിക്കാൻ എന്ത് ചെയ്യുക? ഞാൻ ഓർമ്മിക്കുന്നത് ഒരു MB എന്ന് പറഞ്ഞാൽ 1024 KB അല്ലേ. അതായത് ഒരു GB എന്ന് പറഞ്ഞാൽ 1024 MB ആണ്. അപ്പോൾ അതുമായിട്ട് ചെറിയ കണക്ട് ചെയ്യുക. ഒരു 4ൻ്റെ കുറവേ ഇല്ല. ഋഗ്വേദം 10 മണ്ഡൽസ് ഉണ്ട്, 1028 ഹൈംസ് ഉണ്ട്, 10,600 വേഴ്സസ് ഉണ്ട്. ഇത് 3 ഏതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുണ്ട്. അടുത്തത് നമ്മൾ ഹൈംസിനെ പറ്റി പറഞ്ഞു. ഈ ഹൈംസ് എന്ന് പറഞ്ഞാൽ പോയംസ് പോലെ തന്നെ. അതായത് ഈ വേദങ്ങളെല്ലാം വായിക്കലല്ല, അതൊരു ചൊല്ലലാണ്. അപ്പോൾ അതിനൊരു ചെറിയ ഈണത്തിലാണ് ചൊല്ലുക. അപ്പോൾ ആ ഹൈംസ് റിസൈറ്റ് ചെയ്യുന്ന ആളെ പറയുന്ന പേരെന്താണ്? ഹോത്രി. ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഹോത്രി ആരാണ്? ഓപ്ഷനിൽ ഒരുപാടുണ്ടാവും. അതിൽ ഹൈംസ് റിസൈറ്റ് ചെയ്യുന്ന ആളാണ് ഹോത്രി. ആ സമയത്തെ ഡെയ്റ്റീസ്, അതായത് ദൈവങ്ങൾ ആരൊക്കെയാണ്? അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ദൈവങ്ങൾ ആരെല്ലായിരുന്നു? നമ്മൾ ഹരപ്പൻ സിവിലൈസേഷനിൽ വേറെ ഇങ്ങനെ പേരുള്ള ആളുകളൊന്നും അല്ലല്ലോ. പ്രോട്ടോ ശിവ എന്നൊക്കെ പറയുന്നത് ഗോഡസ് മദർ. ഇവിടെ എത്തുമ്പോഴേക്കും എന്തായി? ഇപ്പം പരിചയമില്ലെങ്കിലും നമുക്ക് പരിചയമുള്ള ഡെയ്റ്റീസായി. ഇന്ദ്ര, അഗ്നി, വിഷ്ണു, വരുണ. അപ്പോൾ ഇങ്ങനത്തെ ഡെയ്റ്റീസാണ് ഈ സമയമാകുമ്പോഴേക്ക് രൂപപ്പെടുന്നത്. പിന്നെ അടുത്തത് 10 മണ്ഡൽസ് ഉണ്ട് എന്ന് പറഞ്ഞു നേരെ. ഇതിൽ ആദ്യത്തെ 1, 8, 9 ഒഴികെ, 1, 8, 9 ഒഴികെ ബാക്കിയുള്ള 2 to 7 വരെയുള്ള മണ്ഡൽസ് ഇതാണ് ആദ്യം എഴുതപ്പെട്ടത്. ഒറിജിനലി എഴുതപ്പെട്ടത് 2 to 7 ആണ്. അപ്പോൾ അതിന് ശേഷം വരുന്ന 1, 8, 9 പിന്നീട് ചേർക്കപ്പെടുന്നതാണ്. അപ്പോൾ 10 മണ്ഡൽസ് ഉണ്ട് ഋഗ്വേദത്തിൽ. അതിൽ 2 to 7 ആദ്യം ഒറിജിനലി എഴുതപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതിലെ പ്രധാനപ്പെട്ട മണ്ഡൽസ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നോക്കാം. ആദ്യം പറയുന്നത് 3ാമത്തെ മണ്ഡൽസ്, തേർഡ് മണ്ഡൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗായത്രി മന്ത്രം. ഇപ്പോൾ നമുക്ക് പരിചയം ഉണ്ടാവും. വിശ്വാമിത്ര മഹർഷി എഴുതിയിട്ടുള്ള, കമ്പൈൽ ചെയ്തിട്ടുള്ള ഗായത്രി മന്ത്രം. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ ചോദിക്കും, ഗായത്രി മന്ത്രം ഋഗ്വേദത്തിലെ ഏത് മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ തേർഡ്. അപ്പോൾ ഇത് ഓർമ്മിക്കാൻ എന്താ ചെയ്യുക? ഈ പേര് തന്നെയുണ്ട്. ഗായത്രി എന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ട്? 3 ഉണ്ട്. ഗായത്രി മന്ത്രത്തിൽ ഈ 3ൽ തന്നെ എന്തുണ്ട്? തേർഡ് മണ്ഡൽ എന്നുണ്ട്. ഇത് സാവിത്രി ദേവിക്ക് വേണ്ടിയിട്ടാണ് ഗായത്രി മന്ത്രം. അപ്പോൾ അത് 3 ഒരുമിച്ച് കണക്ട് ചെയ്യുക. ഗായത്രി മന്ത്രം, സാവിത്രി ദേവി ഡൈറ്റി. ഗായത്രി മന്ത്രം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? സാവിത്രി. അപ്പോൾ അവിടെയും 3 ഉണ്ട്, സാവിത്രിയിലും 3 ഉണ്ട്, തേർഡ് മണ്ഡലിലും 3 ഉണ്ട്. അപ്പോൾ അത് 3 കണക്ട് ചെയ്തു, മറക്കൂല. ഗായത്രി മന്ത്രം തേർഡ് മണ്ഡൽ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പുരുഷ സൂക്ത.
പുരുഷ സൂക്ത ഏത് മണ്ഡലിലുള്ളതാണ്? 10th മണ്ഡൽ. അപ്പോൾ എന്താണ് ഈ പുരുഷ സൂക്തേൻ്റെ ഇമ്പോർട്ടൻസ്? നമ്മളിപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും ജാതി വ്യവസ്ഥ. ഇതിൻ്റെയൊക്കെ ആദ്യ രൂപം ഇടുന്നത് വർണ്ണ വ്യവസ്ഥ എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ വർണ്ണ വ്യവസ്ഥ ആരംഭിക്കുന്നത് പറഞ്ഞിട്ടുള്ളത് ഈ പുരുഷ സൂക്തയിലാണ്. ഈ പുരുഷ സൂക്തി ഉള്ളത് 10th മണ്ഡലിലാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. 10th മണ്ഡൽ മെൻഷൻസ് പുരുഷ സൂക്ത. ഈ പുരുഷ സൂക്തയിലാണ് ഈ വർണ്ണ വ്യവസ്ഥ ഉള്ളത്. വർണ്ണ വ്യവസ്ഥയുള്ളത് പുരുഷ സൂക്തയിലാണ്. പുരുഷ സൂക്തി ഉള്ളത് 10th മണ്ഡലിലാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. 4 വർണ്ണങ്ങളാണുള്ളത്. അതിൽ പിന്നെ ഈ പുരുഷ എന്ന് പറയുന്നത് ഒരു പിന്നെ എറ്റേണൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള എനർജി അഥവാ ഒരു കോസ്മിക് ലൈഫ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്ത് നിന്നാണ് അതിൻ്റെ സാക്രിഫൈസിലാണ് ഈ ലോകം മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലെ ഓരോ ഭാഗത്തു നിന്നാണ് ഈ പറയുന്ന ഓരോ വർണ്ണങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഇതിൽ പുരുഷ സൂക്തയിൽ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് മൗത്തിൽ നിന്ന് ആരുണ്ടാകുന്നു? ബ്രാഹ്മൺസ്. മൗത്തിൽ നിന്ന് ബ്രാഹ്മൺസ്. ആംസ് കയ്യിൽ നിന്ന് ക്ഷത്രിയാസ്. തൈസിൽ നിന്ന് വൈശ്യാസ്. ഫീറ്റിൽ നിന്ന് ശൂദ്രാസ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രാഹ്മൺസ് എന്ന് പറഞ്ഞാൽ എന്താ? റിച്വൽസ് ഒക്കെ, റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസ് ഒക്കെ നടത്തുന്ന, ചാൻസ് ചെയ്യുന്നത്, പ്രാർത്ഥന നടത്തുന്നത്, അതൊക്കെയാണ് ബ്രാഹ്മൺസ്. ഇനി ആംസ് ആൻഡ് വാർസ്, അതായത് യുദ്ധങ്ങൾ നടത്തുന്നവർ, പിന്നെ സേഫ്റ്റി, രാജ്യത്തിൻ്റെ സുരക്ഷ, ക്ലാനിൻ്റെ സുരക്ഷയൊക്കെ നോക്കുന്ന വാർസ് നടത്തുന്ന ആൾക്കാരാണ് ക്ഷത്രിയാസ്. ട്രേഡ്, ക്വസ്റ്റ്യനിൽ ട്രേഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതാരാണ്? വൈശ്യാസാണ്. എന്തെങ്കിലും ട്രേഡ് എന്നുള്ള ഒരു പോയിന്റ് ഇതിൽ വന്നു കഴിഞ്ഞാൽ അതാരായി? വൈശ്യാസായി. പിന്നെ മാൻ വർക്ക്സ് ചെയ്യുന്ന ആളുകൾ, അത് ശൂദ്രാസ്. അത് ഫീറ്റിൽ നിന്ന് വന്നു എന്ന് പറയുന്നു. അടുത്തത് പിന്നെ ഇതിപ്പോൾ നമ്മൾ ഏർലി വേദിക് പീരീഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏർലി വേദിക് പീരീഡിലെ ഈ വർണ്ണ വ്യവസ്ഥ എന്തല്ല? റിജിഡ് അല്ല. അതായത് റിജിഡ് അല്ല, അതുപോലെ ഹൈറാർക്കിലും അല്ല. അതായത് പിന്നെ ശൂദ്ര ഉള്ള ആളിൻ്റെ മകൻ എന്തല്ല? ശൂദ്രയല്ല. അയാൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചാണ് വർണ്ണം അലോട്ട് ചെയ്യുന്നത്. എന്നാൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോൾ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട മണ്ഡൽ 9th മണ്ഡൽ. 9th മണ്ഡലാണ് ലോർഡ് സോമേനെ പറ്റി പറയുന്നത്. ലോർഡ് സോമ എന്താണ്? ലോർഡ് ഓഫ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും, സോമരസം. സോമരസം എന്ന് പറയുന്നത് എനർജി ഡ്രിങ്കാണ്. അപ്പോൾ ഇത് മെൻഷൻ ചെയ്യുന്നത് 9th മണ്ഡലിലാണ്. നമ്മുടെ നാട്ടിൽ ഈ കള്ളവാറ്റെല്ലാം നടത്തുന്നവരിങ്ങനെ പറയും, ഇത് വാറ്റല്ല, ഇതെന്താണ്? സോമരസം എന്ന് പറയും. അപ്പോൾ ഈ ലോർഡ് സോമ ബന്ധപ്പെട്ട ഋഗ്വേദത്തിലെ മണ്ഡലം ഏതാണ്? 9th മണ്ഡൽ. ലോർഡ് ഓഫ് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്നതാണ് ലോർഡ് സോമ. അപ്പോൾ പ്രധാനപ്പെട്ട ഋഗ്വേദത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളായി. അടുത്ത രണ്ടാമത്തതാണ് യജുർവേദം. ഇവിടെ കൊടുത്തിട്ടുള്ളത് സാമവേദം. അടുത്ത സാമവേദം നോക്കാം. അടുത്തതാണ് സാമവേദം. ഓൾഡസ്റ്റ് ബുക്ക് ഓൺ മ്യൂസിക്. ഈ വേദങ്ങളിലെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട വേദമാണ് സാമവേദം. ഇതെന്താണ്? പിന്നെ വേദങ്ങളിലെ മെലഡീസ് ചാൻറ്റ് ചെയ്യേണ്ടതിനെ പറ്റി ഒക്കെ ഉള്ളതാണ് സാമവേദം. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വേദത്തിനും സബ് ഉപനിഷത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. 2 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളാണ് ഛന്ദോപനിയ ഉപനിഷത്തും കേന ഉപനിഷത്തും. ഇവിടെ ക്വസ്റ്റ്യൻ വരുമോ? ഇതാണ് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട വേദം ഏതാണ്? സാമവേദം. അപ്പോൾ ഇതിൽ MG ശ്രീകുമാരെ പഴയൊരു പാട്ടില്ലേ, സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജ എന്തുമായി മാറ്റണേ. അപ്പോൾ ആ പാട്ട് എന്തുമായി ബന്ധപ്പെട്ടാണ്? സാമവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പഴയ ബുക്കാണ്. അടുത്ത മൂന്നാമത്തെ വേദമാണ് യജുർവേദം മന്ത്രാസുമായി ബന്ധപ്പെട്ടതാണ് യജുർവേദം. ഇത് 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്, ശുക്ല യജുർവേദവും കൃഷ്ണ യജുർവേദവും. അപ്പോൾ ഇതെന്താണ്? ഏറ്റവും ലാർജസ്റ്റ് ബ്രാഹ്മണാസാണ് ശുക്ല സതപഥ. ഇതുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ, യജുർവേദവുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളാണ് ബൃഹദാരണ്യക, ഏറ്റവും ഓൾഡസ്റ്റ് ഉപനിഷത്ത്. ഏറ്റവും ഓൾഡസ്റ്റ് വേദം ഏതാണ്? ഋഗ്വേദം. ഉപനിഷത്തുകളിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആണ് ബൃഹദാരണ്യക.
ബൃഹദരണ്യകാണ് ഏറ്റവും ഓൾഡസ്റ്റ്. ഈ ബൃഹത് എന്നൊക്കെ പറയുന്നത് എന്താണ്? ബൃഹത് പദ്ധതി എന്നൊക്കെ പറയുന്നത് പോലെ ബൃഹദ് ആരണ്യക അതാണ് ഏറ്റവും ഓൾഡസ്റ്റ് ഉപനിഷത്ത്. അടുത്തത് കഥ. കഥ എന്ന് പറയുന്നത് ഉപനിഷത്ത്. ഇതെന്താണ്? നച്ചികേതയും യമൻ എന്ന് പറയുന്നത് എന്താണ്? മരണവുമായി ബന്ധപ്പെട്ട ദേവനാണ്. യമനുമായിട്ടുള്ള സംസാരം, ആ സ്റ്റോറിയാണ് സ്റ്റോറി ഓഫ് നച്ചികേത ആൻഡ് യമൻ. അതാണ് കഥാ ഉപനിഷത്ത്. ഇപ്പോൾ പ്രധാനപ്പെട്ട 3 ഋഗ്വേദം, സാമവേദം, യജുർവേദം. സാമവേദം മ്യൂസിക്കുമായി ബന്ധപ്പെട്ടത്, യജുർവേദം മന്ത്രാസുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അതെന്താണ്? ശുക്ല യജുർവേദം, കൃഷ്ണ യജുർവേദം. ഇതിങ്ങനെ തന്നെ ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ശുക്ലവേദം, കൃഷ്ണ എന്ന് 2ആയി തിരിക്കുന്ന വേദം ഏതാണ്? ആൻസർ യജുർവേദം. ബൃഹദരണ്യക ഉപനിഷത്ത് ഏത് വേദത്തിൻ്റെ ഉപനിഷത്താണ്? യജുർവേദം. നച്ചികേത യമൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോറി ഏതാണ്? കഥാ ഉപനിഷത്ത്. അടുത്ത 4മത്തേതാണ് അഥർവവേദം. അഥർവവേദം എന്ന് പറയുമ്പോൾ എന്താണ്? ബ്ലാക്ക് മാജിക്ക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഇതാണ് അഥർവവേദം. ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് 20 ഖണ്ഡസായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഋഗ്വേദം 10 ആയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ അഥർവവേദം 20 ഖണ്ഡസായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അഥർവവേദത്തിൻ്റെ 2 പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ. ഇന്ന് മോഡേൺ ഇന്ത്യയിൽ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? സത്യമേവ ജയതേ എവിടെ നിന്നാണ് എടുത്തത്? മുണ്ടകോപനിഷത്ത്. മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. മുണ്ടകോപനിഷത്ത് ഏത് വേദത്തിൻ്റെ? അഥർവവേദത്തിൻ്റെ ഉപനിഷത്തായിട്ടുള്ള മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആ G20 നടക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വസുദൈവ കുടുംബകം. അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? മഹാ ഉപനിഷത്തിൽ നിന്നാണ് വസുദൈവ കുടുംബകം. അതായത് ലോകം മുഴുവൻ ഒരു ഫാമിലിയാണെന്നുള്ള അർത്ഥം. അപ്പോൾ അതിപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വസുദൈവ കുടുംബകം എവിടെ നിന്നാണ് എടുത്തത്? മഹാ ഉപനിഷത്ത്. ഏത് വേദത്തിൻ്റെ? അഥർവവേദം. അപ്പോൾ പ്രധാനപ്പെട്ട 4 വേദങ്ങൾ കംപ്ലീറ്റ് ആയി. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സുകളും പറഞ്ഞു. ഇനി വേറൊരു സ്ലൈഡ് യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ റിവിഷൻ ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ വേദങ്ങളൊക്കെ ആയി. ഈ വേദങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ അതിൽ തന്നെ ചില വ്യത്യാസങ്ങളുണ്ടാവും. സ്കൂൾ ഓഫ് തോട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് സ്കൂൾ ഓഫ് ഫിലോസഫി. അതായത് പല സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ ഈ വേദങ്ങളെ വായിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 6 സ്കൂൾ ഓഫ് ഫിലോസഫി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര സ്കൂൾ ഓഫ് ഫിലോസഫി ഉണ്ട്? വേദകാലഘട്ടവുമായി ബന്ധപ്പെട്ട് എത്ര സ്കൂൾ ഓഫ് ഫിലോസഫി ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ വന്ന 6 സ്കൂൾ ഓഫ് ഫിലോസഫി ഉണ്ട്. ആദ്യത്തെ 1ാമത്തെ സാഖ്യ ഫിലോസഫി. ഇത് ആരാണ് ഈ സ്കൂൾ ഓഫ് ഫിലോസഫി കൊണ്ടുവന്നത്? ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. എത്ര ഫിലോസഫി ഉണ്ട്? 6. ഇനിയിപ്പോൾ 6 എണ്ണത്തിൻ്റെ ഫിലോസഫീൻ്റെ പേര് തരും. എന്നിട്ട് അത് ആരാണ് പ്രപ്പോസ് ചെയ്തത് അത് വരും. തിരിച്ചിട്ട് ചോദിക്കും. ആളെ പേര് തന്നിട്ട് സ്കൂൾ ഓഫ് ഫിലോസഫീൻ്റെ പേരും ചോദിക്കും. അപ്പോൾ ആദ്യത്തെ സാഖ്യ സ്കൂൾ ഓഫ് ഫിലോസഫി കപില. ന്യായ സ്കൂൾ ഓഫ് ഫിലോസഫി ഗൗതം. അപ്പോൾ ഇവിടുന്ന് ഇത് മനസ്സിലാക്കാൻ എന്താ ഇതിൻ്റെ കോഡ് എങ്ങനെ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ, പിന്നെ ഗൗതം ഗംഭീർ പിന്നെ മറ്റേ 2011 വേൾഡ് കപ്പിൻ്റെ ഒക്കെ എന്ത് പറയും, ധോണിക്ക് മാത്രം അതിൻ്റെ ഇത് കൊടുത്താൽ പോരാ, ന്യായമായിട്ടും ആർക്കെല്ലാം വേണം, യുവരാജിനും എല്ലാവർക്കും കൊടുക്കണം എന്ന് പറയും. ഇപ്പോൾ കുറേ ന്യായമായിട്ടുള്ള കുറേ കാര്യങ്ങൾ മൂപ്പര് പറയും. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് കണക്ട് ചെയ്യുക? ന്യായ സ്കൂൾ ഓഫ് ഫിലോസഫി ഗൗതം ഗംഭീർ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഗൗതമ ബുദ്ധൻ ഓർമ്മിക്കുക. മൂപ്പര് ന്യായമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഓർത്ത് വെക്കുക. ന്യായ സ്കൂൾ ഓഫ് ഫിലോസഫി ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത്? ഗൗതം. സാഖ്യ സ്കൂൾ ഓഫ് ഫിലോസഫി കപില. ഇനി 4 കൂടി ഉണ്ട്. അടുത്തതാണ് വൈശേഷിക സ്കൂൾ ഓഫ് ഫിലോസഫി. അതാണ് കന്നഡ. ഈ കണം എന്ന് പറയുന്നത് എന്താണ്? ആറ്റമിൻ്റെ പേരാണ് കണം. ഈ കണം എന്നുള്ള പേരിൽ നിന്നാണ് വന്നിട്ട് തോന്നുന്നു. ഇതുമായി ബന്ധപ്പെട്ടതൊക്കെയാണ്. കന്നഡ എന്ന് പറയുന്നതാണ് വൈശേഷിക സ്കൂൾ ഓഫ് ഫിലോസഫി. പിന്നെ 4ാമത്തത് യോഗ. ഇത് പരിചയമുണ്ടാകും. പതാഞ്ജലി യോഗ സ്കൂൾ ഓഫ് ഫിലോസഫി പതാഞ്ജലി. പിന്നെ അടുത്ത 2 ഒരുമിച്ച് പഠിക്കുക. ഉത്തർമീമാംസ, പൂർവമീമാംസ. ഉത്തർമീമാംസ ഭദ്രായന, പൂർവമീമാംസ ജമിനി. അപ്പോൾ ഈ 6 ആദ്യത്തെ 4 സെപ്പറേറ്റ് പഠിക്കുക. ഇത് 2 ഒരുമിച്ച് പഠിക്കുക. ഉത്തർമീമാംസ ഭദ്രായന, പൂർവമീമാംസ ജമിനി.
ഇപ്പം എന്ത് പറഞ്ഞു, വേദാന്തസിനെ പറ്റി പറഞ്ഞു, ഉപനിഷത്തുകളെ പറ്റി പറഞ്ഞു. ഉപനിഷത്ത് എന്ന് പറയുന്നതാണ് വേദാന്താസ്, വേദങ്ങളുടെ അന്ത്യം അവസാനം വരുന്നത്, അതാണ് ഉപനിഷത്തുകൾ. അത് 6 ടൈപ്പ് സ്കൂൾ ഓഫ് ഫിലോസഫിയിലാണ് വേദങ്ങളെ മനസ്സിലാക്കുന്നത്. അത് 6ഉം പറഞ്ഞു. അടുത്തതാണ് വേദാംഗാസ്. വേദാംഗാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 6 6 വേദാംഗാസ്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേദാംഗാസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ എന്ത് വേണം, അതിന് നമ്മൾ ആദ്യം ഗ്രാമർ പഠിക്കണം, പിന്നെ അതിൻ്റെ ഫോണറ്റിക്സ് പഠിക്കണം. ഈ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലാംഗ്വേജ് പഠിക്കുക. അപ്പം അതുപോലെ ഈ വേദങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂൾസിൻ്റെ പേരാണ് വേദാംഗാസ്. അതായത് ഈ വേറൊരു വാക്കും കൂടി ഇവിടെ ഉണ്ട്, വേദാന്ത, അതായത് ഉപനിഷത്ത് അല്ല, പിന്നെ അപ്പോൾ അത് വേറെയാണ്, ഇവിടെ വേറെയാണ്, വേദാംഗാസ് വേറെയാണ്. വേദാംഗാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾസ് ടു അണ്ടർസ്റ്റാൻഡ് വേദാസ്. ഇത് ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യനായി ചോദിച്ചിട്ടുണ്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ. ടൂൾസ് ടു അണ്ടർസ്റ്റാൻഡ് വേദാസ് ഈസ് നോൺ ആസ് ഡാഷ്. ഇപ്പോൾ എന്താണ് വേദാംഗാസ്? അടുത്ത ക്വസ്റ്റ്യൻ, എത്ര ടൈപ്പ് വേദാംഗാസ് ഉണ്ട്? 6 ടൈപ്പ്. ഓരോന്നായിട്ട് നോക്കാം. ഫോണറ്റിക്സ്. ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഓരോ വാക്ക് ഉച്ചരിക്കേണ്ടത്, ഉച്ചാരണവുമായി ബന്ധപ്പെട്ട വേദാംഗ ഏതാണ്? ശിക്ഷ. ഇത് 6ഉം കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫോണറ്റിക്സുമായി ബന്ധപ്പെട്ടത്. നമ്മൾ ഓരോ വാക്കും ഏത് രീതിയിലാണ് ഉച്ചരിക്കേണ്ടത്, അതിൻ്റെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ടതാണ് ശിക്ഷ. അടുത്ത് സ്റ്റഡി ഓഫ് പ്രാക്ടീസ്, റീത്ത, കൽപ്പ. ഗ്രാമർ, സ്റ്റഡി ഓഫ് ഗ്രാമർ, വ്യാകരണം. എറ്റിമോളജി എന്ന് പറഞ്ഞാൽ ഓരോ വേർഡിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, അതാണ് എറ്റിമോളജി. സ്റ്റഡി ഓഫ് എറ്റിമോളജി, നിരുക്ത. ഇത് എളുപ്പമാണ്. സ്റ്റഡി ഓഫ് ലൈറ്റ്, ജ്യോതി. പോയിറ്റിക് മാറ്റേഴ്സിൻ്റെ സ്റ്റഡിയാണ് ചന്ത. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. വേദാംഗാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അംഗം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഈ പിന്നെ കൈ കാല് അതിനല്ലേ അംഗം എന്ന് പറയാം. വേദാംഗാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ വേദങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള ടൂൾസിന് പറയുന്ന പേരാണ് വേദാംഗാസ്. അത് 6 ടൈപ്പാണുള്ളത്: ശിക്ഷ, കൽപ്പ, വ്യാകരൺ, നിരുക്ത, ജ്യോതി, ചന്ത. ഓരോന്നും എന്താണെന്ന് നോക്കുക. ശിക്ഷ ഫോണറ്റിക്സുമായി ബന്ധപ്പെട്ടത്. കൽപ്പ സ്റ്റഡി ഓഫ് പ്രാക്ടീസസ്, ഓരോ രീതികൾ ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. വ്യാകരണം ഗ്രാമർ. നിരുക്ത എറ്റിമോളജി. ബാക്കി രണ്ടും ജ്യോതി ലൈറ്റ്, ചന്ത പോയിറ്റിക് മാറ്റേഴ്സ്. അപ്പോൾ ഇവിടെ അടുത്ത പറയുന്നത് കുറച്ച് ഏർലി വേദിക് പീരീഡിൽ നമ്മളിപ്പോൾ പറയുന്ന കുറേ കാര്യങ്ങളുടെ മറ്റ് പേരുകൾ, അതായത് അതർ നെയിംസ്. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഹിമാലയത്തിന് ഏർലി വേദിക് പീരീഡിൽ എന്ത് പേരിലായിരുന്നു അറിയപ്പെടുന്നത്? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഹിമവന്ത. ഋഗ്വേദത്തിൽ ഹിമാലയത്തിന് ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? ഇപ്പോൾ ഋഗ്വേദത്തിൽ ഹിമാലയം അറിയപ്പെട്ടിരുന്നത് ഹിമവന്താണ്. ഹിന്ദുക്കുഷ് മേഖല, അതായത് ഇവിടെ ഇങ്ങനെ ഈ കാശ്മീരിൻ്റെ ഒക്കെ മേലെയുള്ള മലനിരകളുണ്ടല്ലോ, ഹിന്ദുക്കുഷ്, അതിനെ ഋഗ്വേദത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നത്? മുഞ്ചാവത്. അപ്പോൾ ഈ രണ്ടും ഒരുമിച്ച് ഓർത്ത് നോക്കുക. നമ്മുടെ ഈ ഹിമാലയത്തിന് ഋഗ്വേദത്തിൽ ഹിമവന്താണെന്നാണ് അറിയപ്പെട്ടത്. ഹിന്ദുക്കുഷ് മലനിരകള മുഞ്ചാവത് എന്നറിയപ്പെടുന്നു. പിന്നെ അടുത്തതായിട്ട് ഇങ്ങനൊരു വാക്ക്, സപ്തസിന്ധു. സപ്തം എന്ന് പറഞ്ഞാൽ എന്താ? 7. സിന്ധു അടക്കം 7 നദികളുടെ പേരുകൾ, അതിൻ്റെ ഋഗ്വേദത്തിലുള്ള പേരുകൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 7 എന്ന് പറയുമ്പോൾ എന്തെല്ലാം? 1 സിന്ധു, പിന്നെ സിന്ധുവിൻ്റെ 5 പോഷക നദികൾ, ട്രിബ്യൂട്ടറീസ് എന്ന് പറയും. 1, 5, 6 എണ്ണായി. പിന്നെ ഒന്നും കൂടെ വേണം, ആരാത്? സരസ്വതി. അപ്പോൾ സിന്ധു, സരസ്വതി, സിന്ധുവിൻ്റെ 5 ട്രിബ്യൂട്ടറീസ്, അതാണ് സപ്ത സിന്ധു എന്നറിയപ്പെടുന്നത്. ഋഗ്വേദിക് പീരീഡിലെ സപ്ത സിന്ധു എന്നറിയപ്പെടുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ സിന്ധു നദി. ഇപ്പം നമ്മൾ സിന്ധു എന്ന് വിളിക്കുന്നതിൻ്റെ ഋഗ്വേദിക്കിലെ ഓൾഡ് നെയിം ഇപ്പം ഇന്തസ് എന്ന് വിളിക്കുന്ന സിന്ധുവിനെയാണ്. അടുത്തത് ചലം എന്ന് വിളിക്കുന്നത് ഋഗ്വേദത്തിലെ പേര് വിദാസ്ത. ചിനാബ്, അസിക്കിനി, രവി, പുരുഷിനി അഥവാ പരുഷിനി, ബിയാസ്, ബിഭാഷ, സത്ലജ്, ശുദ്ധുദ്രി. സരസ്വതിക്ക് സരസ്വതി എന്ന് തന്നെയാണ് പേര്. സരസ്വതി എന്ന് തന്നെയാണ്. അപ്പോൾ ഈ 5ഉം ഓർത്ത് വെക്കണം. ഇതിലേതെങ്കിലും ഒന്ന് തരും. ജലത്തിൻ്റെ ഋഗ്വേദിക് ഓൾഡ് നെയിം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഈ 4 എണ്ണത്തിൽ 4 ഓപ്ഷനിലുണ്ടാവും. അത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഒന്നും കൂടെ നോക്കാം.
ഇൻഡസ് നദിയുടെ ഋഗ്വേദിക് പേര് സിന്ധു. ഇത് എളുപ്പമാണ്. അടുത്ത ഝലം. ഝലം എന്ന് പറയുന്നത് വിതാസ്ത. ഇതിൻ്റെ ഒരു ഝലം നദീൻ്റെ ഒറിജിനലുണ്ട്, ഒരു കുളത്തു നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഏതെങ്കിലും ഒരു പിക്ചർ മനസ്സിലോർത്താൽ മതി. ഝലം എന്ന് പറയുമ്പോൾ വിസ്തരിച്ചിട്ടുള്ള ഒരു ഏരിയ, വിതാസ്ത. അടുത്തത് ചെനാബ്. ചെനാബ് അസിക്കിനി. ഇത് ഓർമ്മിച്ച് വെക്കുക, ചെനാബ് അസിക്കിനി. ഏതോ ഒരു പഴയൊരു കോമഡിയില്ലേ, ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ മമ്മൂട്ടിയും സലീം കുമാറും ഇല്ലേ, ഞാനത് വെച്ചിട്ട് ഓർമ്മിക്കല്, ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു, ചോദിക്കുക ആസ്ക്. ചെനാബ് അസിക്കിനി. അടുത്ത രവി. രവി എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു രവിയേട്ടനെ മനസ്സിൽ ഓർമ്മിക്കുക. രവി എന്ന് പറയുന്നത് ഒരു ആണുങ്ങളെ പേരല്ലേ. രവി, പരുഷിനി, പുരുഷൻ. രവി പുരുഷൻ, ഒരു പുരുഷൻ്റെ പേരാണ് രവി. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ഓർമ്മിക്കുക, രവി എന്ന് പറയുന്നത് പുരുഷിനീൻ്റെ മറ്റൊരു പേരാണ്. പിന്നെ ഇത് രണ്ടും തമ്മിൽ സാമ്യമുണ്ട്, ബിയാസ്, ബിപാഷ, രണ്ടും തമ്മിൽ ബി എളുപ്പത്തിൽ കിട്ടും. സത്ലജ്, അതുമുണ്ട്, സത്ത് സുദുദ്രി, സത്ലജ് സുദുദ്രി. അപ്പോൾ ഇത് 7 അങ്ങനെ തന്നെ ഓർമ്മിക്കണം. ഇൻഡസ് സിന്ധു, ഝലം വിതാസ്ത, ചിനാബ് ആസ്ക് അസിക്കിനി, ബിയാസ് ബിപാസ, സത്ലജ് സുദുദ്രി. ഇത് രണ്ടും എളുപ്പമാണ്, ബിയാസും സുദുദ്രിയും. പിന്നെ സരസ്വതിക്ക് അത് തന്നെ. ഈ സ്ലൈഡിൽ പറഞ്ഞതാണ് നേരത്തെ ദശരാജ വാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദശരാജ വാർ, അതായത് ദശരാജ എന്ന് പറയുന്നത്, ദശം എന്ന് പറഞ്ഞാൽ 10 കിങ്, രാജ എന്ന് പറഞ്ഞാൽ കിങ്, 10 കിങ്ങുകൾ തമ്മിലുള്ള യുദ്ധം, അതാണ് ദശരാജന വാർ. അപ്പോൾ ഇതെന്താണ് ഇവിടെ പറഞ്ഞു, ഇവിടെ ഭരത എന്ന് പറയുന്ന ഒരു ക്ലാന്, ആ ക്ലാനിലെ രാജാവാണ് സുദാസ. 5 വേദിക് കിങ്സും അതിൻ്റെ കൂടെ 5 നോൺ ആര്യൻ കിങ്സും, 5 ആര്യൻ കിങ്സും ചേർന്ന് 10 പേര് തമ്മിൽ ഭരത ക്ലാനുമായിട്ട് യുദ്ധം ഉണ്ടായി. അതിൽ ഭരത ക്ലാന് ജയിച്ചു. അതിന് ശേഷം ഈ സുദാസും ഇതിലെ ഒരു കിങ്ങായിട്ടില്ല പുരുസുമായി ചേർന്നിട്ട് കുരു എന്ന് പറയുന്ന ഒരു ക്ലാൻ ഉണ്ടാക്കി. അതാണ് വീണ്ടും പിന്നീട് കുരുക്ഷേത്രവും നമ്മളെ പാണ്ഡവന്മാരും കൗരവന്മാരും ഒക്കെ യുദ്ധം നടക്കുന്നത് കുരു ക്ലാൻ. ഈ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ദശരാജന വാർ ഏത് നദിയുടെ കരയിലാണ് നടന്നത്? അപ്പോൾ രവി നദി. രവി എന്ന് പറയുമ്പോൾ പുരുഷണി നദി. ഈ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും, ഒന്നിക്ക് പുരുഷണി എന്നുണ്ടാവും അല്ലെങ്കിൽ രവി എന്നുണ്ടാവും. ദശരാജന വാർ, 10 കിങ്ങുകൾ തമ്മിലുള്ള യുദ്ധം നടന്നത് രവി നദി അഥവാ പുരുഷണി നദിക്ക് കീഴിലാണ്, ബാങ്കിലാണ്. അടുത്തത് ഋഗ്വേദിക് പീരീഡിലെ, ഏർലി ഋഗ്വേദിക് പീരീഡിലെ സൊസൈറ്റി ഏത് രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞു പുരുഷ സൂക്തം അനുസരിച്ച് 4 വർണ്ണാസ്, 4 വർണ്ണാസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏർലി പീരീഡിൽ അതെന്തല്ല, നോട്ട് ഹെറിഡിറ്ററി, അതായത് അച്ഛൻ ബ്രാഹ്മണനാണെന്ന് വിചാരിച്ചിട്ട് മകൻ ബ്രാഹ്മണനാവണമെന്നില്ല, ബേസ്ഡ് ഓൺ പ്രൊഫഷനാണെന്ന് പറഞ്ഞു. അവിടുത്തെ പശു, ഈ ഒരു സമയമാകുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു? പശുവെ സൊസൈറ്റി കാണുന്ന രീതിയിൽ വലിയ രീതിയിൽ മാറ്റം വന്നു. എന്ന് പറയുന്നതാണ് വെൽത്ത് ഡിസൈഡ് ചെയ്യുന്നത്, അതായത് ഒരാൾക്ക് എത്ര കാശുണ്ട്. ഇപ്പം നമ്മൾ പൈസ പറയുന്നത് പോലെ അവിടെ 1000 പശു ഉണ്ടെങ്കിൽ അതിന് കണക്കായിട്ടാണ് അവിടുത്തെ വെൽത്ത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗോമതി, ഇതൊരു വാക്ക് ഓർമ്മിച്ചേക്കണം. കൗവിന ഓണറാണ് ഗോമതി. പിന്നെ ഗവിഷ്ടി എന്ന് പറയുന്ന വാക്ക് ഓർമ്മിച്ച് വെക്കുക. ഗവിഷ്ടി എന്ന് പറഞ്ഞാൽ ബാറ്റിൽ ഓഫ് കൗസ്. അപ്പോൾ അടുത്തത് സൊസൈറ്റിയിലെ മറ്റു കുറച്ച് പോയിന്റുകൾ. ചൈൽഡ് മാരേജ്, ഇതിങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും, ട്രൂ ഓർ ഫാൾസ് ചോദിച്ചിട്ട്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചൈൽഡ് മാരേജ് ഋഗ്വേദിക് പീരീഡിലുണ്ടോ? ഇല്ല, നോ ചൈൽഡ് മാരേജ്. വിഡോ മാരേജ് ഉണ്ടോ? വിഡോ അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ അവകാശമുണ്ടോ? ഉണ്ട്, അതിൻ്റെ പേരാണ് നിയോഗ. അപ്പോൾ ഇത് എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ കൺഫ്യൂഷനാവും. ചൈൽഡ് മാരേജ് ഉണ്ടോ? ഇല്ല. വിഡോ റീമാരേജ് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആയിട്ട് ഏർലി വേദിക് പീരീഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിലൊക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഏർലി വേദിക് പീരീഡിൽ എന്താണ്? ചൈൽഡ് മാരേജ് ഇല്ല, വിഡോ റീമാരേജ് ഉണ്ട്. പാട്രിയാർക്കൽ സൊസൈറ്റി, ഈ പാട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാട്രിയാർക്കലും ഉണ്ട്, പാട്രിയാർക്കലും ഉണ്ട്. മാട്രിയാർക്കൽ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളത്, പാട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ആൺകൊയ്മയുള്ള ഒരു സമൂഹം. പക്ഷെ എന്തല്ല, കുറച്ചുകൂടി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള പീരീഡായിരുന്നു ഏർലി വേദിക് പീരീഡ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ 3 പോയിന്റുകൾ ഒരുമിച്ച് പഠിക്കുക. അടുത്തത് പൊളിറ്റി. അപ്പോൾ അവിടുത്തെ മൊണാർക്കി ഒറ്റൊരാളാണ് ഭരണം നടത്തുന്നത്, അവിടുത്തെ ക്ലാന്. പക്ഷെ എന്താണ്, അത് സെലക്ട് ചെയ്യുന്നുണ്ട്, അത് എലക്ഷൻ നടത്തുന്നുണ്ട്. ആ ഒരു രീതിയിൽ എലക്റ്റീവ് മൊണാർക്കിയാണത്. പിന്നെ അവിടുത്തെ സൊസൈറ്റി 3 തരത്തിൽ, പൊളിറ്റി 3 തരത്തിൽ: സഭ, സംഹിത, വിധത്വ. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവിലേജ്ഡ് ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയാണ് സഭ. കോമൺ പീപ്പിളിൻ്റെ കമ്മ്യൂണിറ്റിയാണ് സംഹിത. വിധത്വം എന്ന് പറഞ്ഞാൽ റിലീജിയസ് പർപ്പസിനുള്ളത്. അപ്പോൾ ഈ സഭയും സംഹിതയും ഓർത്ത് നോക്കുക, ഇത് കൺഫ്യൂഷൻ ആവേണ്ടതാണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ നമ്മളെ സഭ എന്ന് പറയുന്നത് എന്തെല്ലാം, നിയമസഭ, ലോകസഭ, അതൊക്കെ എന്താണ്, വലിയ വലിയ ആൾക്കാർ, MLA മാർ, MP മാർ, അവരൊക്കെ അടങ്ങുന്ന എന്ത്, നിയമസഭയും ലോകസഭയൊക്കെ. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി, കുറച്ചും കൂടെ ഹൈ ക്ലാസ്. പിന്നീട് അത് ആരായിട്ട് മാറുന്നുണ്ട്, ബ്രാഹ്മൺസ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ സഭ. ഈ ഏർലി പീരീഡിൽ അതെന്താണ്, പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിയാണ് സഭ. കോമൺ പീപ്പിളിൻ്റെത് സംഹിത. അടുത്ത റിലീജിയസ് പർപ്പസിനുള്ള വിധത്വ. റാങ്കിങ് ഓഫ് ഒഫീഷ്യൽസ്: പുരോഹിത, ആർമി ചീഫിൻ്റെ പേര്. പുരോഹിത എന്തായിരിക്കും, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾ. സേനാനി, ഇപ്പോഴത്തെ നമ്മളെ മലയാള അർത്ഥം തന്നെ, സേനാനി എന്ന് പറഞ്ഞാൽ ആർമി ചീഫ്. ഗ്രാമങ്ങളുടെ തലവൻ, ഗ്രാമണി. പിന്നെ റിലീജിയൻ ഏത് രൂപത്തിലാണ് ഉള്ളത് എന്നുള്ളത്. നേച്ചർ, പ്രകൃതിയെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ദൈവങ്ങൾ: ഇന്ദ്ര, പൃഥ്വി, അഗ്നി, സോമ, വായു. സോമ എന്താണ്, പ്ലാന്റ്സിൻ്റെ ദൈവം. ഈ അഗ്നി എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് എന്താ പറഞ്ഞാൽ, തീ എന്ന് പറഞ്ഞാൽ എന്താ, അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഹ്യൂമൻ ഉണ്ട്, ഇവിടെ മേലെ ഗോഡ് ഉണ്ട് എന്നുള്ള വിശ്വാസം. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ് ഈ അഗ്നി എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഞാൻ മനസ്സിലാക്കാൻ, ഇവിടുന്ന് ഇപ്പോൾ തീ കത്തിച്ചിട്ട് അത് നീരാവിയായിട്ട് മേലേക്ക് പോകുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത് ആരാണ്, അഗ്നി. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നു, ഇൻ്റർമീഡിയേറ്ററി ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ഗോഡ് എന്താണ്, അത് അഗ്നിയാണ്. ഇന്ദ്ര എന്ന് പറയുന്നത് പുരന്ദര എന്നാണ് മറ്റൊരു പേര്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പുരന്ദര എന്നറിയപ്പെടുന്ന ഋഗ്വേദിക് ഗോഡ് ഏതാണ്, ഇന്ദ്ര. ക്വസ്റ്റ്യനിൽ എന്തെല്ലാം ഉണ്ടാവും, ഇന്ദ്ര, രുദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ പുരന്ദര എന്നറിയപ്പെടുന്നത് ഇന്ദ്ര, ഡിസ്ട്രോയർ ഓഫ് ഫോർട്സ്, അത് മഴ. അടുത്തത് രുദ്ര, ഗോഡ് ഓഫ് ആനിമൽസ്. അതിഥി എന്ന് പറയുന്നത് മദർ ഓഫ് ഗോഡ്സ്, അതായത് സൂര്യൻ്റെ അമ്മ എന്നുള്ള അർത്ഥത്തിൽ, സൂര്യദേവൻ്റെ അമ്മ എന്നുള്ള അർത്ഥത്തിൽ എല്ലാ ദൈവങ്ങളുടെയും മദർ ഓഫ് ഓൾ ഗോഡ്സ്, അതാണ് അതിഥി. പിന്നെ സാവിത്രി ദേവി, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗായത്രി മന്ത്രം, ഇത് ഏത് ഇതിലാണ്, തേർഡ് മണ്ഡലിലാണ് എന്തുള്ളത്, ഗായത്രി. തേർഡ് സാവിത്രി. അപ്പോൾ സാവിത്രി എന്ന് പറയുന്ന ഡേറ്റിക്ക് വേണ്ടിയിട്ടാണ് ഗായത്രി മന്ത്രം. അപ്പോൾ ഇവിടുത്തെ ഇനി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കുറേ വരും ഇതുപോലെ. അപ്പോൾ ഋഗ്വേദിക് പീരീഡിൽ എന്തില്ല എന്ന് പറഞ്ഞു, ആനിമൽ വർഷിപ്പില്ല, നോ ആനിമൽസ് വർ വർഷിപ്പ്ഡ്. അതുപോലെ റിച്വൽസ് ഒക്കെ നടത്തുന്നത് എവിടെയാണ്, അമ്പലത്തിൻ്റെ അകത്തല്ല, പുറത്താണ്. അപ്പോൾ അതും ഒരു പോയിൻ്റായിട്ട് ഓർമ്മിക്കണം. ടെമ്പിൾസിൻ്റെ അകത്തല്ല വർഷിപ്പ് നടത്തുന്നത്, റിച്വൽസ് നടത്തുന്നത് കോമൺ ഏരിയയിലാണ്, പബ്ലിക്കിലാണ്. അടുത്ത ഇവിടെയുള്ളൊരു പോയിൻ്റ് പോട്രി. നമ്മളിതാ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, OCP അഥവാ ഓഷറെ കളേർഡ് പോട്രി, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹാരപ്പൻ സിവിലൈസേഷനിലൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്, ഈ ബ്ലാക്ക് ആൻഡ് റെഡ് എന്നാണ് പറഞ്ഞത്, ബ്ലാക്ക് ആൻഡ് റെഡ്. ഇവിടെ എന്താണ്, ഓഷറെ കളേർഡ് പോട്രി. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു, ഏർലി വേദിക് പീരീഡിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഏകദേശം അതിൻ്റെ ടൈം പീരീഡ് എത്രയാണ് പറഞ്ഞത്, ഒരു 1500 to 1000 പറഞ്ഞു, BC. 1500 to 1000 BC ആണ് ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആ ടൈമിൽ മനസ്സിൽ വരണം. ഏകദേശം ഹാരപ്പൻ സിവിലൈസേഷൻ 2500 to 1700 മെച്യൂർ, അതിനുശേഷം ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിന് ശേഷം ഏർലി വേദിക് പീരീഡ് വന്നു. ഇപ്പോൾ അതിന് ശേഷം രണ്ടാമത് പറയുന്നതാണ് ലേറ്റർ വേദിക് പീരീഡ്. അത് 1000 BC to 600 BC. ഇവിടെ ഏർലി വേദിക് പീരീഡിൽ ആകെ ഒരൊറ്റ വേദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഋഗ്വേദം. അതിന് ശേഷം പറഞ്ഞ 3 വേദങ്ങൾ, സാമവേദം, യജുർവേദം, അഥർവവേദം, ഇത് 3ഉം കമ്പയർ ചെയ്യുന്നതല്ല, എഴുതുന്നത് ലേറ്റർ വേദിക് പീരീഡിലാണ്. അപ്പോൾ ഇതൊന്നും ഈ സമയത്ത് എഴുതപ്പെട്ടിട്ടില്ല, വേദങ്ങളൊന്നും ഈ പറയുന്ന സമയത്ത് എഴുതപ്പെട്ടിട്ടില്ല, പിന്നീടാണ് അത് എഴുതപ്പെടുന്നത്. അപ്പോൾ
അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം, ഈ ഏർലിയിൽ നിന്ന് ലേറ്ററിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമെന്ന് നോക്കുക. അപ്പോൾ ഈ ഏർലി വേദിക് പീരീഡ് ഏകദേശം ഏത് ലൊക്കേഷനിലാണ്? നമ്മൾ ഈ ഒരു ലൊക്കേഷനിലാണ് വരുന്നത്, ഏർലി വേദിക് പീരീഡ്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ യു പിയുടെ ഒരു വെസ്റ്റേൺ ഭാഗത്തേക്കൊക്കെ ആയിട്ട്, ബീഹാർ ആ ഭാഗത്തേക്കായിട്ട് ഇവർ മൈഗ്രേറ്റ് ചെയ്യുക, അതായത് പതുക്കെ പതുക്കെ മാറി വരികയും ലേറ്റർ വേദിക് പീരീഡിൽ. അപ്പോൾ ആ ലൊക്കേഷനാണ് ഇതിപ്പോൾ ഏകദേശം ഇന്ത്യയാണ് വരച്ചിട്ടുള്ളത്, ഇത് ഗുജറാത്ത്. അപ്പോൾ ദോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് നദികൾ ഇങ്ങനെ കൂടിച്ചേരുന്നു. അപ്പോൾ ഇതൊരു നദി അങ്ങോട്ട് ഒഴുകുന്നു, ഇതിങ്ങനെ ഒഴുകുന്നു. അപ്പോൾ ഈ രണ്ട് നദികൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതെന്തായിരിക്കും? ഭയങ്കര ഫലഭൂയിഷ്ടമായ ഒരു ഏരിയ ആയിരിക്കും. അതിന് വിളിക്കുന്ന പേരാണ് ഈ ദോബ് റീജിയൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് നദികൾക്കിടയിലുള്ള ഒരു ഏരിയ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? നമ്മളെ നോർത്ത് ഇന്ത്യയിൽ ഗംഗാ നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്, അതിൻ്റെ പാരലായിട്ട് കുറേ ദൂരം യമുന നദി ഒഴുകുന്നുണ്ട്. ഈ ഫലഭൂയിഷ്ടമായ ഈ ഒരു ഏരിയയാണ് ഗംഗ യമുന ദോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചാബ് ഏരിയയിൽ നിന്ന് ഈ പറയുന്ന ആര്യൻസ് ഈ വെസ്റ്റേൺ യു പി ഗംഗ യമുന ദോബ് ഭാഗത്തേക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ അടുത്ത കുറച്ച് ചെറിയ ഭാഗങ്ങൾ. അപ്പോൾ ഇതാണ് ഈ ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോഴുള്ള മാറ്റം. ഇനി സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങളും കൂടെ പറയാനുണ്ട്. അപ്പർ പോർഷൻ കുരു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ദശരഥ യുദ്ധത്തിന് ശേഷം നടന്ന രണ്ട് ക്ലാനുകൾ ചേർന്നിട്ടുള്ള കുരു. മിഡിൽ പോർട്ട് പഞ്ചാൽ, ഇതാണ് ഹസ്തനപുരി, ഉത്തർപ്രദേശിൽ വരുന്നത്. രണ്ട് ക്ലാനുകൾ ചേർന്നിട്ടാണ് കുരു ട്രൈബ് ഉണ്ടായത് എന്ന് പറഞ്ഞു. പിന്നീട് കുരുക്ഷേത്ര യുദ്ധമൊക്കെ പറയുന്നത് പാണ്ഡവാസും കൗരവാസും ഒക്കെ തമ്മിലുള്ള 1000 BC സമയത്ത് നടക്കുന്നതാണ് മഹാഭാരത യുദ്ധമൊക്കെ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഒന്നും കൂടെ പറയുന്നത്, ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പം ദേ ഷിഫ്റ്റഡ് ഫ്രം ദോബ് ഏരിയ ടു ഈസ്റ്റേൺ യു പി. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്തു? ലേറ്റർ വേദിക് പീരീഡിലാകുമ്പോൾ കുറച്ചുകൂടെ യു പിയുടെ ഈസ്റ്റേൺ സൈഡിലേക്കായിട്ട് മാറുകയും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് അയേണിൻ്റെ കണ്ടുപിടുത്തം. അയേൺ അഥവാ ആയാസ്. ഈ ആയാസ് എന്ന് പറയുന്നത് എന്താണ്? ആയാസ് എന്ന് പറയുന്നത് മെറ്റൽ, അയൺ മെറ്റലിനെ പറ്റി പറയുന്നതാണ്. അപ്പോൾ അയൺ മെറ്റലിൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ് വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല, ബ്രോൺസ് ഏജിന് ശേഷം അയൺ ഏജാണ്. അപ്പോൾ ഇവിടത്തേക്ക് അടുത്തൊരു പോയിന്റ്, അവരെ പ്രധാനപ്പെട്ട ജീവിത ഉപാധി എന്താണ്? കൃഷിയാണ്, അഗ്രികൾച്ചറാണ്. അപ്പോൾ ഇത്രയും ക്ലാനിൻ്റെ കിങ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷെ എന്തല്ല, നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് പോലുള്ള കിങ് അല്ല ആ സമയത്ത്. അവർ കിങ് ഓൾസോ ഡിഡ് മാനുവൽ ലേബർ ഇൻ ഫീൽഡ്. അടുത്ത റൈസിന് ആ സമയത്ത് പറഞ്ഞിട്ടുള്ള പേര് വിർഹി. ഇതൊരു ക്വസ്റ്റ്യനാണ്, ഒരു ഓപ്ഷനിൽ വരും. വിർഹി എന്നറിയപ്പെട്ടിരുന്നത് എന്താണ്? റൈസ്, വീറ്റ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ വിർഹി എന്നറിയപ്പെടുന്നത് റൈസ്. ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? അപ്പം 3 കാര്യങ്ങളാണ് പറഞ്ഞത്. സഭ, സമിതി, വിധാത്ത. എന്താണെന്ന് ഒന്നും കൂടെ ഓർമ്മിക്കാം. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ വരേണ്ട നിയമസഭ, ലോകസഭ, അതൊക്കെ ഒരുപാട് പ്രിവിലേജഡ് ആൾക്കാരതാണ്. അപ്പോൾ അത് സഭ എന്ന് പറഞ്ഞാൽ പ്രിവിലേജഡ് ആൾക്കാർ. സമിതി എന്ന് പറഞ്ഞാൽ കോമൺ മാൻ. വിധാത്ത എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആവശ്യങ്ങൾക്കുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് മാറ്റം വന്നു? സഭയിൽ എന്തില്ല? വുമൺ നോ ലോങ്ങർ അലൗഡ് ടു സിറ്റ് ഇൻ ഇറ്റ്. സഭയിൽ വുമണിന് ഇരിക്കാനുള്ള, അപ്പോൾ പാട്രിയാർക്കി കുറച്ചും കൂടെ സ്ട്രോങ് ആയി എന്നർത്ഥം. സഭയിൽ ബ്രാഹ്മിൺസിൻ്റെ ഡോമിനേഷൻ കുറച്ചും കൂടെ കൂടി. ആരുമായിട്ട്? 4 വർണ്ണങ്ങളിൽ ഏറ്റവും താഴത്തെ 2 വർണ്ണങ്ങൾ ആരെല്ലാം? ശൂദ്രാസും വൈശ്യാസും. അപ്പോൾ അവരുടെ മേലെ ബ്രാഹ്മിൺസിൻ്റെ ഡോമിനേഷൻ ഒരുപാട് കൂടിയെന്നാണ് പറയുന്നത് ഈ സമയമാകുമ്പോഴേക്ക്. അപ്പോൾ കുറച്ചും കൂടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആ സമയത്താകുമ്പോൾ രൂപപ്പെട്ടു. അടുത്ത വർണ്ണവ്യവസ്ഥയിൽ എന്ത് സംഭവിച്ചു? അടുത്ത നമ്മൾ പറഞ്ഞു പുരുഷ സൂക്തം 10ാം ഇതിൽ 4 വർണ്ണങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മൺസ് ഈ ശൂദ്രാസിൻ്റെ മേലെയുള്ള ഡോമിനേഷൻ വർദ്ധിച്ചു. അപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? വുമൻസിൻ്റെ കണ്ടീഷൻ മാറാൻ തുടങ്ങി. കൃത്യമായിട്ട് ക്ലാൻസ് എമർജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ഡോമിനേഷൻ, ബ്രാഹ്മണിക്കൽ ഡോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേദിക് പീരീഡിൽ തന്നെ, ലേറ്റർ വേദിക് പീരീഡിലാണെന്ന് മനസ്സിലാക്കാം. അടുത്ത ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആശ്രംസ്, അതായത് പിന്നെ ലൈഫിൽ 4 ഭാഗമായിട്ടാണ് ജീവിതത്തിന് 4 സ്റ്റേജായിട്ട് തിരിക്കുന്നുണ്ട്. അതാണ് 4 ആശ്രംസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാണിക്കുന്ന 4 എണ്ണമാണ് അത്.
ജീവിതത്തിൻ്റെ 4 ഭാഗം. ആദ്യത്തെയാണ് ഫസ്റ്റ് ആണ് ലൈഫ്, ബ്രഹ്മചര്യം. അപ്പോൾ ഇത് ഏകദേശം എത്ര വരിക, ഒരു 25 വയസ്സ് വരെയൊക്കെ ഉള്ള ജീവിതത്തിനെ പറയുന്നതാണ് ഏത്, നമ്മളെ ഋഗ്വേദം അനുസരിച്ചിട്ട്. വൈദിക് പീരീഡിന് ഫസ്റ്റ് ഭാഗമാണ് ബ്രഹ്മചര്യം, അത് 25 വയസ്സ് വരെ. അതിനുശേഷം ഗൃഹസ്ഥ. ഇപ്പോൾ ഈ വാക്ക് ഉദ്ദേശിക്കുന്നതിന് ഗൃഹം എന്ന് പറഞ്ഞാൽ എന്താ, വീട്. ഇപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്യൂട്ടി, അത് ഹോം, അവരെ വീട്, കുട്ടികളെ വളർത്തുക, അപ്പോൾ ആ ഒരു കാലഘട്ടം, അതിനുള്ള കാലഘട്ടമാണ് ഗൃഹസ്ഥ. അതിനുശേഷം വാനപ്രസ്ഥ, ഏറ്റവും അവസാനത്തെ ഫേസാണ് സന്യാസ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 ആശ്രമസ് ഏതൊക്കെയാണെന്നുള്ളത്, വേദിക് പീരീഡിലെ 4 ആശ്രമസ് ഏതൊക്കെയാണ്. ആദ്യത്താണ് ബ്രഹ്മചര്യ, നമുക്കറിയാം ബ്രഹ്മചര്യ ആദ്യത്തെ 25 വർഷം വരെ ഏകദേശം. പിന്നെയുള്ള ഒരു 25 വർഷം ഗൃഹസ്ഥ, വീട്ടിലെ കുട്ടികളെല്ലാം നോക്കുക, ഭാര്യനെയൊക്കെ നോക്കുക, അവിടുത്തെ കടമകളൊക്കെ ചെയ്യുന്ന പീരീഡ് ഗൃഹസ്ഥ. അതിന് ശേഷമുള്ള പീരീഡ് വാനപ്രസ്ഥ, ഏറ്റവും അവസാനം സന്യാസ. ഇതൊരു സെറ്റായിട്ട് പഠിക്കുക, ഈ 4 ആശ്രമസ്. ഇത് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്, എത്ര എണ്ണം ഉണ്ടെന്നുണ്ട്, ഇതിൻ്റെ ഓർഡറും ഉണ്ട്. അടുത്തത് ഈ ഒരു അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ വിവാഹം എന്തൊക്കെ ടൈപ്പാണ് ഉള്ളതെന്നുള്ളത്, അലൗഡ് ഏതൊക്കെയാണ്, അലൗഡ് അല്ലാത്തത് ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യത്തെ 2 അനുലോമ വിവാഹ്, അതായത് ഹയർ കാസ്റ്റിലുള്ള ബോയിയും ലോവർ കാസ്റ്റിലുള്ള ഗേൾ. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം എന്തായി, കുറച്ചും കൂടെ റിജിഡായി. ഏത് പീരീഡ് ആകുമ്പോഴേക്കും, ലേറ്റർ പീരീഡിൽ വർണ്ണവ്യവസ്ഥയും കുറച്ചും കൂടെ റിജിഡായി. അപ്പോൾ അവിടെ വരുന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. അനുലോമ വിവാഹം എന്താണ്, ബോയ് ഹയർ കാസ്റ്റും ഗേൾ ലോവർ കാസ്റ്റും. അപ്പോൾ ഇത് ഓക്കെയാണ്, അനുലോമ വിവാഹം. ഇനി പ്രതിലോമ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ, ബോയ് ലോവർ കാസ്റ്റും ഗേൾ ഹയർ കാസ്റ്റും, ഇത് അലൗഡ് അല്ല. പിന്നെ അടുത്തത് ലവ് മാരേജിന് പറയുന്ന പേര് ഗന്ധർവ വിവാഹ. അപ്പോൾ ഇവിടെ ലേറ്റർ പീരീഡിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോഡ് അല്ലാതെ മറ്റ് ഗോഡുകൾ എമേർജ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവിടുത്തെ പോട്രി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, OCP അഥവാ ഓച്ചറെ കളേർഡ് പോട്രി ആയിരുന്നു ലേറ്ററിൽ. പിന്നീട് അതെന്തായി, ഗ്രേ കളേർഡ് പോട്രി ആയി. ഇനി കുറച്ച് പോയിൻറ്റ്സ് ജസ്റ്റ് പറയുന്നതാണ്. പ്രധാനപ്പെട്ട ഭാഗം കംപ്ലീറ്റ് ആയി. കുറച്ച് ആര്യൻ ഇൻവേഷന് ശേഷം ആര്യൻസിൻ്റെ ലാംഗ്വേജായി അറിയപ്പെടുന്നതാണ് സാൻസ്ക്രിത്. ഇത് ഏത് ഫാമിലിയിൽ പെടുന്നതാണ്, ഇന്തോ യൂറോപ്യൻ ഫാമിലിയിൽ പെടുന്ന ലാംഗ്വേജാണ് സാൻസ്ക്രിത്. അതിലാണ് ഋഗ്വേദം രചിച്ചിട്ടുള്ളത്. ധർമ്മസൂത്ര കണ്ടെയ്ൻ നോംസ് ഫോർ റൂളേഴ്സ്. ധർമ്മസൂത്ര എന്തിനുള്ളതാണ്, ഇപ്പോൾ 4 ഓപ്ഷൻ വരും, പലതരത്തിലുള്ളതാണ്. അപ്പോൾ റൂളേഴ്സിന് വേണ്ടിയിട്ടുള്ള നോംസ്, അതായത് ചെയ്യേണ്ടത് എന്ത്, ചെയ്യേണ്ടാത്തത് എന്ത്, അതാണ് ധർമ്മസൂത്ര. ഇനി ഋഗ്വേദ പ്രകാരം ഏത് റിവറിനെ പറ്റിയാണ് ഗോഡസായിട്ട് കണക്കാക്കിയത്, അതായത് പിന്നീട് എന്ത് വരുന്നുണ്ട്, നമ്മൾ ഗംഗയാണ് ഇപ്പം ഏറ്റവും പുണ്യനദിയും മറ്റേതൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏതാണ്, സിന്ധുവാണ്. ഇത് എളുപ്പം ക്വസ്റ്റ്യനായി തോന്നുമെങ്കിലും ഓപ്ഷനിൽ ഗംഗയൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആസ് പെർ ഋഗ്വേദ ഓർ ഏർലി വേദിക് പീരീഡ് ദ റിവർ ഗോഡസ് വാസ് സിന്ധു. ഇതിങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പോയിന്റ്, ഹൈംസ് ഇൻ ദ ഫോം ഓഫ് ഡയലോഗ് ഇൻ ഋഗ്വേദ ബിറ്റ്വീൻ വിശ്വാമിത്ര ആൻഡ് 2 റിവേഴ്സ്. അതായത് ഇതൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഋഗ്വേദത്തിൽ വിശ്വാമിത്ര മഹർഷിയും 2 നദികളും തമ്മിലുള്ള ഡയലോഗ്, അതൊരു ഹൈംസ് ആയിട്ടുണ്ട് ഋഗ്വേദത്തിൽ. അത് ഏത് 2 നദികളാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ ഉണ്ടാവും, ഗംഗ, യമുന, അങ്ങനെ പിന്നെ വേറെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇതാണ് ആൻസർ, ബിയാസ്, സത്ലജ്. ബിയാസും സത്ലജും സേജ് വിശ്വാമിത്രയും തമ്മിലുള്ള ഡയലോഗാണ് ഋഗ്വേദത്തിലുള്ളത്. അപ്പോൾ ആ നദികളുടെ പേര് ബിയാസും സത്ലജും. ബിയാസ് ബിബാസ്ത, സത്ലജ് സുദുർത്തി. 30 ഋഗ്വേദ മാനുസ്ക്രിപ്റ്റ്സ് ഫ്രം 1800 to 1500 ഇൻ യുനെസ്കോസ് വേൾഡ് രജിസ്റ്റർ 2007 വർഷം. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ പോയിന്ന്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേദിക് പീരീഡിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ലേറ്റർ വേദിക് പീരീഡ്, ആദ്യത്തെ ഏർലി വേദിക് പീരീഡ് അഥവാ ഋഗ്വേദിക് പീരീഡ്. 4 വേദങ്ങളിൽ ഋഗ്വേദം എഴുതിയ പീരീഡാണ് ഏർലി എന്ന് പറഞ്ഞാൽ നേരത്തെ, ഏർലി വേദിക് പീരീഡ്. ലേറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടുള്ളത്, ലേറ്റർ വേദിക് പീരീഡ്. അപ്പോൾ ഇവിടെ ആദ്യത്താണ് ഏർലി വേദിക് പീരീഡ്. ആദ്യം എന്ത് നോക്കാം, ഋഗ്വേദത്തിൽ നമ്മളിപ്പോൾ ഉള്ള കുറേ പേരുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഹിമാലയം, ഹിമവന്ത,
ഹിന്ദുക്കുഷ്, അമുഞ്ചാവത്, സിന്ധു. 7 നദികളുടെ പേര്. സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന സിന്ധുവും 5 ട്രിബ്യൂട്ടറീസും സരസ്വതിയും അതിൻ്റെയൊക്കെ ഓൾഡ് നെയിം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സിന്ധു, ഇൻദസ്. ജലം നദി, ജലത്തിൻ്റെ പേര് വിദാസ്ത. ചെനാബ്, അസ്കിനി. രവി, രവി എന്നുള്ള രവി എന്നുള്ളത് ഒരു പുരുഷൻ്റെ പേരാണ്, അപ്പോൾ പുരുഷിനി. ആസ്ക്, ചെനാബ്, ആസ്ക്. ബിയാസും സത്ലജും ഒരേപോലെ സിമിലർ ആയിട്ടുള്ള വാക്കുകൾ. ബിയാസ്, ബിഭാഷ. സത്ലജ്, സുധുത്രി. ഈ ചിനാബും ചെലവും മാറിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടും. ചെലം എന്ന് പറയുന്നത് വിദാസ്ത, ചിനാബ് എന്ന് പറയുന്നത് അസ്കിനി. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് മാറുക. ഈ രവി എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാവും, പുരുഷൻ്റെ പേരാണെന്നുള്ളത്. ചെലം, വിദാസ്ത, ചിനാബ്, അസ്കിനി. സരസ്വതീൻ്റെ പേര് അത് തന്നെ. അപ്പോൾ ഇവിടുന്ന് അടുത്ത ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു നമ്മൾ. ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും ഓൾഡസ്റ്റ് ടെക്സ്റ്റുകളാണ് ഈ വേദാസ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. വേദങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ രചിച്ചതല്ല, ഗിഫ്റ്റഡ് ബൈ ഗോഡ്. അതിനെയാണ് അപൗരേഷ്യ എന്ന് പറയുന്നത്, ഗിഫ്റ്റഡ് ബൈ ഗോഡ്. അപ്പോൾ അടുത്തത് വേദാസിൻ്റെ സബ് ഡിവിഷൻ. ഇതൊരിക്കൽ പറഞ്ഞതാണ്, ഒന്നും കൂടെ ജസ്റ്റ് റിവൈസ് ചെയ്യുന്നത്. 4 സബ് ഡിവിഷൻസ് പറഞ്ഞു. സംഹിത, ബ്രാഹ്മണാസ്, ആരണ്യകാസ് ആൻഡ് ഉപനിഷത്സ്. ഈ 4 സബ് ഡിവിഷനായിട്ട് ഇതൊരു ക്വസ്റ്റ്യൻ തന്നെയുണ്ട്, എത്ര സബ് ഡിവിഷൻ ഉണ്ട് എന്നുള്ളത്, ഓരോന്നും എന്താണെന്നുള്ളത്. സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഹിത, കളക്ഷൻ ഓഫ് ഹൈംസ്. ഹൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴ്സസിൻ്റെ ഒരു പോയം രൂപത്തിലുള്ളത്. ഓരോ ലൈനാണ് വേഴ്സസ്, അത് ചേരുന്നതാണ് ഹൈംസ്. ഇത്തരം ഹൈംസിൻ്റെ കളക്ഷനാണ് സംഹിത. ഈ ബ്രാഹ്മൺസ് എന്ന് പറയുന്നതാണ് ഈ റിച്വൽ സാക്രിഫൈസ് എന്നെല്ലാം ക്വസ്റ്റ്യനിൽ കണ്ടാൽ അതെന്താണ്? ബ്രാഹ്മൺസ്. അപ്പോൾ വേദങ്ങളുടെ അവസാന ഭാഗത്തേക്ക് ഉണ്ടാകുന്നതാണ് ഓരോ എന്തൊക്കെ സാക്രിഫൈസ് നടത്തണം, ഓരോ റിച്വൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ എഴുതുന്നത് എന്താണ്? ബ്രാഹ്മൺസ്. അതുപോലെ അരണ്യകാസ് എന്ന് മനസ്സിലേക്ക് വരേണ്ടത് ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ജംഗിൾസിലും മറ്റുമൊക്കെ താമസിക്കുന്ന ഹെർമിറ്റ്സ്, അവരെങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് അരണ്യകാസ്. അടുത്തതാണ് ഉപനിഷത്സ്. ഇതിലൊരു ക്വസ്റ്റ്യനാണ്. ഉപനിഷത്തിന് മറ്റൊരു പേരാണ് വേദാന്താസ്. വേദാന്ത എന്ന് പറയുന്നതാണ് ഉപനിഷത്തുകൾ. ഓരോ വേദങ്ങൾക്കും ഉപനിഷത്തുകൾ ഉണ്ടാവും, ഉപനിഷത്തുകൾ. അപ്പോൾ 108 വേദങ്ങളാണ് മൊത്തത്തിലുള്ളത്. പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുകളുണ്ട്. 4 പ്രധാനപ്പെട്ട വേദങ്ങൾ. ഇതിൽ ഏർലി വേദിക് പീരീഡിൽ എഴുതിയ വേദമാണ് ഋഗ്വേദം. ഏറ്റവും ഓൾഡസ്റ്റും ഏറ്റവും ലാർജസ്റ്റ്, ഏറ്റവും വലിപ്പമുള്ളതും ഋഗ്വേദമാണ്. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. 10 മണ്ഡൽസ് ആയിട്ട് ഋഗ്വേദം തിരിച്ചിട്ടുണ്ട്. 10ൽ 1, 8, 9, 10 അവസാനത്തെ, അത് 3 ഒഴികെ ബാക്കിയുള്ള 2 to 7 ആണ് ആദ്യം എഴുതിയത്, ഒറിജിനലി എഴുതിയിട്ടുള്ളത്. 1028 ഹൈംസ്. അപ്പോൾ അത് ഓർമ്മിക്കാൻ വേണ്ടി 1024 MB എന്ന് പറഞ്ഞ 1 GB ആണ്. അപ്പോൾ അത് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഏകദേശം കിട്ടും. ഇത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഉണ്ടാവും, 1028, 1110 അങ്ങനെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഉണ്ടാവുക. 1028 ഹൈംസും 10,600 വേഴ്സസും. ഇത് റിസൈറ്റ് ചെയ്യുന്ന ആളുടെ പേര് ഹോത്രി. ഈ ഋഗ്വേദത്തിലെ ഹൈംസ് റിസൈറ്റ് ചെയ്യുക, അതിങ്ങനെ ഉച്ചരിക്കുന്ന ആളുടെ പേരാണ് ഹോത്രി. ആ സമയത്തെ ഋഗ്വേദിക് ഡെയിറ്റീസ് ആരൊക്കെയാണ്? ഇന്ദ്ര, വിഷ്ണു, വരുണ. നമ്മൾ ഈ കൃഷ്ണനും ഇതൊക്കെ പിന്നെ വരുന്നതാണ്. ഇന്ദ്ര, വിഷ്ണു, വരുണയാണ് ഡെയിറ്റീസ്. പ്രധാനപ്പെട്ട മണ്ഡൽസ് അതിൽ എന്തൊക്കെയാണുള്ളത്? 3rd മണ്ഡൽ 3 ഗായത്രി, സാവിത്രി ഡെയിറ്റി. 9th മണ്ഡൽ 9 എന്ന് പറയുമ്പോൾ ലോഡ് ഓഫ് പ്ലാന്റ് സോമ, ലോഡ് സോമ. സോമരസം എനർജി ഡ്രിങ്ക്. ഇപ്പോൾ ഇതെന്തോ ഞാൻ ഇങ്ങനെ ഓർമ്മിച്ച് പറഞ്ഞാൽ സോമരസം കഴിച്ചു കഴിഞ്ഞാൽ ബോധം പോവും. അപ്പോൾ പിന്നെ 9, 6 ഒന്നും മനസ്സിലാവില്ല. ഒന്നിക്കൽ അങ്ങനെ ഓർമ്മിക്കുക 9. അല്ലെങ്കിൽ എസ്സിൻ്റെ ആൽഫബറ്റിക് നമ്പർ 19 ആണ്. എസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ആൽഫബറ്റിൻ്റെ കോഡ് 19 ആണ്. അപ്പോൾ അവിടുന്ന് 9 എടുക്കുക. സോമരസം 9th മണ്ഡൽ. അടുത്തത് വർണ്ണവ്യവസ്ഥ. ജാതി വ്യവസ്ഥക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ള വർണ്ണങ്ങൾ തിരിച്ചിരിക്കുന്നത് പുരുഷ സൂക്തയിൽ നിന്നാണ്. അതും ഒരു ക്വസ്റ്റ്യനാണ്. ഈ 4 വർണ്ണാസ് എവിടെ നിന്നാണ് വന്നത്? പുരുഷ സൂക്തയിലാണ്. ഋഗ്വേദത്തിലെ 10th മണ്ഡൽ നിന്നാണ് അതുള്ളത്. പ്രധാനപ്പെട്ട 4 വർണ്ണാസ്: ബ്രാഹ്മൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. പുരുഷ എന്നുള്ളതിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് ഓരോന്നുണ്ടായത്? ബ്രാഹ്മൺസ് മൗത്ത്, ക്ഷത്രിയാസ് ആംസ്, വൈശ്യാസ് തൈസ്. ബ്രാഹ്മൺസ് എന്ന് പറഞ്ഞാൽ റിച്വൽസ് ഒക്കെ നടത്തുന്ന ആൾക്കാർ, ക്ഷത്രിയാസ് വാരിയേഴ്സ്,
വൈശ്യാസ്, ട്രേഡേഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വൈശ്യാസാണ്. പിന്നെ മാൻ വർക്കേഴ്സ്, ശൂദ്രാസ്. അടുത്ത വേദം സാമവേദം. മറ്റേ പാട്ട് ഓർമ്മിക്കുക, സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരദീപ് മലരാക്കി മാറ്റണേ. അപ്പോൾ ആ പാട്ട് ഓർമ്മിക്കുക. ഇവിടെ ഏറ്റവും പഴയ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പഴയ ടെക്സ്റ്റാണ് സാമവേദം. ഇറ്റ് കണ്ടെയ്ൻസ് ചാൻറ്റിങ് മെലഡീസ്. സാമവേദവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 ഉപനിഷത്തുകൾ ഛന്ദോഗ്യ ഉപനിഷത്തും കേന ഉപനിഷത്തും. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചോദിക്കും, കേന ഉപനിഷത്ത് ഏത് വേദവുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരു മ്യൂസിക്കുമായി ബന്ധമുണ്ടെന്ന് ഓർമ്മിച്ച് നോക്കുക, ഛന്ദോദിയും കേനയും. സാമവേദം മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും ഓൾഡസ്റ്റ് ടെക്സ്റ്റാണ്. അടുത്ത റിച്വൽസുമായി ബന്ധപ്പെട്ടതാണ് യജുർവേദം. യജുർവേദം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാവേണ്ട റിച്വൽസ് 2 ടൈപ്പ് ഉണ്ട്, ശുക്ല യജുർവേദം, കൃഷ്ണ യജുർവേദം. ഏറ്റവും പഴയ ബ്രാഹ്മൺസ് ആയിട്ടുള്ള ശുക്ല സതപതിയാണ് എന്ത് ഏറ്റവും ഓൾഡസ്റ്റ്, ഏറ്റവും ലാർജസ്റ്റ് ബ്രാഹ്മൺസ്. നമ്മൾ നേരത്തെ 4 പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഉപനിഷത്ത് പറയുന്നതിൻ്റെ മേലെ ബ്രാഹ്മൺസ്. ഏറ്റവും ലാർജസ്റ്റ് ബ്രാഹ്മൺസ് ആണ് ശുക്ല യജുർവേദ. യജുർവേദത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ ബൃഹദരണ്യകയും കഥയും. ഏറ്റവും ഓൾഡസ്റ്റ് ഉപനിഷത്ത്, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും, ഓൾഡസ്റ്റ് ഉപനിഷത്ത്, ഓൾഡസ്റ്റ് വേദ ഋഗ്വേദ, ഓൾഡസ്റ്റ് ഉപനിഷത്ത് ബൃഹദരണ്യക. അപ്പോൾ ആ വാക്കിന് കുറച്ച് വലുതാണെന്ന് ആലോചിക്കുക, ഏറ്റവും പഴയതായതുകൊണ്ട് ബൃഹത് പദ്ധതി എന്നൊക്കെ പറയുന്ന പോലെ ബൃഹത് ആരണ്യക, ഇതാണ് ഓൾഡസ്റ്റ് ഉപനിഷത്ത്. നച്ചികേട്ടിയും യമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്തിൻ്റെ ഗോഡ്, അതും തമ്മിലുള്ള ഡയലോഗാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നത് ഇങ്ങനെ, എന്താണ് ലൈഫ്, ആഫ്റ്റർ ലൈഫ് എന്താണ്, മരണം എന്താണ്, ജീവിതം എന്താണ്. അപ്പോൾ ഈ നച്ചികേട്ട എന്ന് പറഞ്ഞതും യമനുമായിട്ടുള്ള ഡയലോഗിൻ്റെ ബന്ധപ്പെട്ടതാണ്. കഥാ ഉപനിഷത്ത്, അത് യജുർവേദത്തിൻ്റെ ഉപനിഷത്താണ്. 4ാമത്തത് അഥർവവേദ. അഥർവവേദ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് മാജിക്ക്, പിന്നെ ശത്രു സംഹാരം അങ്ങനെയൊക്കെ പറയുന്ന വേദമാണ് അഥർവവേദം. അപ്പോൾ ആ വാക്കന്നില്ല, അഥർവവേദം, ഒരു സിനിമയൊക്കെ ഉണ്ട് അഥർവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മാജിക് ഫോർമുലാസ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് 10 മണ്ഡൽസ് എന്ന് പറഞ്ഞു ഋഗ്വേദം. അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അഥർവവേദം എത്ര ഖണ്ഡങ്ങൾ, ഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ പീസ്, ഖണ്ഡം എന്ന് പറയില്ലേ, 20 ഖണ്ഡസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അഥർവവേദം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഉപനിഷത്താണ്, അഥർവവേദത്തിൻ്റെ ഉപനിഷത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സത്യമേവ ജയതേ എന്ന വാക്ക് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? അത് മുണ്ടകോപനിഷത്താണ്. ഇതിപ്പോൾ എളുപ്പമെന്ന് തോന്നുമെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഈ സത്യമേവ ജയതിയും വസുദേവ കുടുംബവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും. ഇത് നമുക്കറിയാം, ഒന്ന് മുണ്ടകോപനിഷത്തും മറ്റേത് മഹാഉപനിഷത്താണെന്ന് അറിയാം, പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർമ്മിക്കുക. വസുദൈവ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ലോകം മുഴുവൻ ഒരു ഫാമിലിയാണ്, അങ്ങനെയാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതൊരു മഹാസംഭവമാണ്, അതായത് ലോകം മുഴുവനും പറ്റി പറയാൻ വസുദൈവ കുടുംബകം. അപ്പോൾ അതെന്താണ്, ഉപനിഷത്താണ്, ഒരു മഹാകാര്യമല്ലേ പറയുന്നത്, ലോകം മുഴുവൻ ഒരു കുടുംബമെന്നാണ് പറയുന്നത്. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല, അപ്പം മഹാകാര്യമാണ്, ഉപനിഷത്താണ് വസുദൈവ കുടുംബകം. സത്യമേവ ജയത, സത്യം എന്ന് പറയുമ്പോൾ മണ്ഡുകോപനിഷത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു, പ്രധാനപ്പെട്ട 4 വേദങ്ങളെ പറ്റി പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, വേദങ്ങളുടെ സബ് ഡിവിഷൻ പറഞ്ഞു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമുക്കധികം പെട്ടെന്ന് പുതുതായിട്ട് കേൾക്കുന്നതായിരിക്കും കൂടുതൽ ആളുകളും ഈ സബ് ഡിവിഷൻസ്, പക്ഷേ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. 4 സബ് ഡിവിഷൻ ഉണ്ട്: സംഹിത, ബ്രാഹ്മണാസ്, ആര്യന്നകാസ്, ഉപനിഷത്ത്. ഉപനിഷത്തുകളെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് വേദാന്താസ്. ഇവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഇനി വരുന്ന ഒരു കാര്യമുണ്ട്, വേദാന്താസും വേദാംഗാസും. ഇത് ഓർമ്മിക്കണം. വേദാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്തുകളുടെ പേരാണ്. ഇത് മറ്റൊരു കാര്യം, വേദാംഗാസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താണ് വേദാംഗാസ്? അപ്പോൾ നമ്മളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ എന്ത് പഠിക്കും? ഗ്രാമർ പഠിക്കും, ഫോണറ്റിക്സ് പഠിക്കും. അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ടൂളുകളായിട്ടാണ് അതിനെയൊക്കെ കണക്കാക്കുക. അതുപോലെ ഈ വേദങ്ങൾ പഠിക്കാനുള്ള ടൂളാണ് വേദാംഗാസ്. അപ്പോൾ അത് എത്ര ടൈപ്പ് ഉണ്ട്? അതും ഇമ്പോർട്ടൻ്റ് ആണ്. 6 ടൈപ്പ് വേദാംഗാസ് ഉണ്ട്. ഈ എണ്ണവും ഇമ്പോർട്ടൻ്റ് ആണ്. 1, 2, 3, 4, 5, 6. ഈ എണ്ണവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓരോന്നും എന്താണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഈ നമ്പർ പഠിച്ചാൽ മതി. ഇതെന്താണെന്നുള്ളതും. ടൂൾ ടു സ്റ്റഡി വേദാസ്. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഫോണറ്റിക്സ്, കൽപ്പ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസസ്, വ്യാകരണം ഗ്രാമർ, നിരുക്ത എറ്റിമോളജി, ഓരോ വാക്കും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് എറ്റിമോളജി, ജ്യോതി ലൈറ്റ് സിമ്പിളാണ്, ചന്ത പോയറ്റിക് മാറ്റേഴ്സ്.
അത് ഓർമ്മിച്ച് വെക്കുക. അടുത്തത് നമ്മൾ പറഞ്ഞു, ഈ വേദങ്ങളിൽ തന്നെ വിശ്വസിക്കുന്ന ആൾക്കാരിൽ തന്നെ പല ടൈപ്പ് സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. വേദാസിൽ തന്നെ ബിലീവ് ചെയ്യുന്ന ആളുകളിൽ പല സ്കൂൾ ഓഫ് തോട്ട് ഉണ്ടാവും, സ്കൂൾ ഓഫ് ഫിലോസഫി ഉണ്ടാവും. അത് എന്തൊക്കെയാണെന്നുള്ളത് അതും എന്തുണ്ട്, എണ്ണമുണ്ട്. 6 എണ്ണ ഉള്ളത്. 6 എണ്ണം ഏതൊക്കെയുള്ളത്? ആദ്യം സാങ്ക്യ അല്ല സമക്യ, അത് കപില. ന്യായ ഗൗതം, ഗൗതം ഗംഭീറിനെ ഓർമ്മിക്കുക. ന്യായ ഗൗതം, സാമക്യ കപില, വൈശേഷിക കന്നഡ. കന്നഡ എന്ന് പറഞ്ഞാൽ കണം എന്ന് ആലോചിക്കുക. നമ്മൾ അറ്റോമിക് എല്ലാം പറയുന്ന ആറ്റംസിനെ പറ്റിയൊക്കെ പറയുന്ന കണം, കന്നഡ. വൈശേഷിക സ്കൂൾ ഓഫ് ഫിലോസഫി. ഇത് എളുപ്പമാണ്. യോഗ, പതാഞ്ജലി, ഇത് നമുക്ക് മനസ്സിലാവും. പിന്നെ അടുത്ത 2 എണ്ണമാണ് ഉത്തർ മീമാംസ, പൂർവ മീമാംസ. ഉത്തർ മീമാംസ ഭദ്രായന, ബി. ഉത്തർ മീമാംസ ബി അറിയിക്കുക, ഭദ്രായന. പൂർവ മീമാംസ ജമിനി. ഇത് രണ്ടും ഓർമ്മിച്ച് വെക്കുക. 6 സ്കൂൾ ഓഫ് ഫിലോസഫി: സമക്യ, ന്യായ, വൈശേഷിക, യോഗ. ഉത്തർമീമാംസ, പൂർവമീമാംസ. സമക്യ കപില, ന്യായ ഗൗതം, വൈശേഷിക കന്നഡ. ഇത് ഓർമ്മിച്ച് വെക്കുക, വൈശേഷിക കന്നഡ. ഉത്തർമീമാംസ ഭദ്രായന, പൂർവമീമാംസ ജമിനി. ഇപ്പം ഇത് നേരത്തെ പറയാൻ പറ്റുന്നതാണ് ഏർലി വേദിക് പീരീഡ്. അവിടുത്തെ ജസ്റ്റിസ് സൊസൈറ്റി എന്തായാലും നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് നോക്കിയാൽ മതി. 4 വർണ്ണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു: ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഏർലി വേദിക് പീരീഡിൽ അത് ഹെറിഡിറ്ററി അല്ല, പ്രൊഫഷൻ്റെ ബേസിലാണ്. കുറച്ചും കൂടെ നല്ല നല്ല കാര്യങ്ങൾ, ചൈൽഡ് മാരേജ് ഇല്ല, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വിഡോക്ക് വീണ്ടും കല്യാണം കഴിക്കാനുള്ള സാഹചര്യമുണ്ട്, വിഡോ റേ മാരേജ് അലൗഡാണ്. അതിന് വിളിക്കുന്ന പേരാണ് നിയോഗി. നിയോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭർത്താവിന് അനിയനുണ്ടെങ്കിൽ അനിയന് കല്യാണം കഴിക്കാം, വിഡോന. പിന്നെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. കൗ എത്ര പശു ഉണ്ട്, അതായത് കൗ എത്ര ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ വെൽത്ത് ഡിസൈഡർ. ബാറ്റിൽ ഫോർ കൗ, ഗവിഷ്ടി. 2 വാക്കുകൾ, ഗവിഷ്ടിയും ഗോമതിയും. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഓർമ്മിച്ച് വെക്കുക. കൗവിന് വേണ്ടിയുള്ള യുദ്ധം, ബാറ്റിൽ ഫോർ കൗ ആണ് ഗവിഷ്ടി. കൗവിനെ പൊസസ് ചെയ്യുന്ന ആൾ, ഓണർ ഓഫ് കൗ, അതാണ് ഗോമതി. പിന്നെ അവിടെ മൊണാർക്കിയാണ്. മൊണാർക്കി എന്ന് പറഞ്ഞാൽ മോണോ എന്ന് പറഞ്ഞാൽ എന്താ, 1. മൊണാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരാളാണ് ഭരണം. പക്ഷേ എന്താണ്, അത് എലക്റ്റീവ് ഹെഡാണ്. പിന്നെ 3 കാര്യങ്ങൾ, സഭാ, സമിതി, വിധാത്ത. എന്തൊക്കെയാണ് എന്നുള്ളത്. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭ, ലോകസഭ, അതൊക്കെ പ്രിവിലേജ്ഡ് ആൾക്കാരുടേതാണ്, കമ്മ്യൂണിറ്റി ഓഫ് പ്രിവിലേജ്ഡ്. സമിതി എന്ന് പറയുന്നത് കോമൺ പീപ്പിളിൻ്റെത്, വിധാത്ത റിലീജിയസ് പീപ്പിളിൻ്റെത്. പിന്നെ അതിൻ്റെ റാങ്കിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു. പുരോഹിതൻ റിലീജിയസ് മാനേഴ്സ് നോക്കുന്നത്. സേനാനി, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെ, ആർമി ചീഫ്. ഗ്രാമത്തിൻ്റെ തലവൻ ഗ്രാമിണി. പിന്നെ റിലീജിയസ് ഡെയിറ്റീസ് ഏതൊക്കെയാണ്, ആരെയൊക്കെയാണ് അവർ വർഷിപ്പ് ചെയ്യുന്നത്. പ്രകൃതി, ഇന്ദ്രൻ, പൃഥ്വി, ഭൂമി, അഗ്നി, സോമ, വായു. സോമ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്, വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ, ഇത് അന്തരീക്ഷം. അടുത്ത ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. രുദ്ര എന്ന് പറയുന്നത് എന്താണ്, ഗോഡ് ഓഫ് ആനിമൽസിനെയാണ് രുദ്ര. ഇതാണ് പിന്നീട് പ്രോമിനൻ്റായി വരുന്നത്. അതിഥി എന്ന് പറയുന്നത് മദർ ഓഫ് ഓൾ ഗോഡ്സ്. ഗായത്രി മന്ത്രം ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്, സാവിത്രി. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. ആനിമൽ വർഷിപ്പ് ഉണ്ടോ ഏർലി പീരീഡിൽ? ഇല്ല. അപ്പോൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി, ഏർലി വേദിക് പീരീഡിൽ നോക്കി. അടുത്ത അതിന് ശേഷം വന്ന മാറ്റം, 1500 ശേഷം 1000 വരെ ഏർലി വേദിക് പീരീഡാണെന്ന് പറഞ്ഞു. 1000 BC to 600 BC ലേറ്റർ വേദിക് പീരീഡാണെന്ന് പറഞ്ഞു. അവിടെ എന്തൊക്കെയാണ് വ്യത്യാസം? നമ്മൾ ആ പൊസിഷൻ, അവിടുത്തെ ലൊക്കേഷൻ ചെറുതായിട്ട് മാറി. വെസ്റ്റേൺ UP, ബീഹാർ ഭാഗത്തേക്ക് അവർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് എക്സ്പാൻഷൻ പോസിബിൾ ആവുന്നത്? അതായത് ഇങ്ങനെ നടന്നു വരുന്നാൽ ശരിയാവില്ല. അപ്പോൾ അവിടുത്തെ പിന്നെ കൃഷി മാറ്റി വെക്കേണ്ടി വരും, അവിടെ വെട്ടിത്തെളിക്കേണ്ടി വരും, അവിടെ ചിലപ്പം ഫിസിക്കലി ചിലപ്പം യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? അയേണിൻ്റെ കണ്ടുപിടുത്തോട് കൂടിയിട്ടാണ്. ആയാസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ, കറുത്ത ആയാസ് ആണ് അയൺ. അവിടുത്തെ അഗ്രികൾച്ചർ പ്രധാനപ്പെട്ടത് കൃഷിയാണ്. വൃഹി എന്ന് പറയുന്നത് റൈസാണ്. പിന്നെ സെൻട്രലൈസേഷൻ തുടങ്ങി, കുറച്ചും കൂടെ ഒരു സെൻട്രലിലേക്ക് അവിടുത്തെ ഭരണം വരാൻ തുടങ്ങി. സഭ, പ്രിവിലേജ്ഡ് ആൾക്കാരുടെ സഭയിലേക്ക് വുമൻസിന് അലൗഡ് അല്ലാതായി. കുറച്ചുകൂടി ബ്രാഹ്മിൺസിൻ്റെ ഡോമിനേഷൻ കൂടി. ക്ഷത്രിയാസ് റൂൾ ആൻഡ് പ്രൊട്ടക്റ്റ്, രാജാക്കന്മാരെല്ലാം ക്ഷത്രിയാസാണ്.
റിലീജിയസ് മാറ്റേഴ്സ് ബ്രാഹ്മിൺസ്. ചെറുതായിട്ട് എടുത്തത് സൊസൈറ്റിയിൽ 4 സ്റ്റേജസ് ഓഫ് ലൈഫ്, 4 ആശ്രംസ് എന്തൊക്കെയാണ്? ബ്രഹ്മചര്യ, അടുത്തത് ഗൃഹസ്ഥ. ബ്രഹ്മചര്യ ആദ്യത്തെ ഫേസ്, ഒരു 25 വയസ്സ് വരെയുള്ള ഫേസ്. അതിനുശേഷം ഗൃഹം, വീട്, അതുമായി ബന്ധപ്പെട്ട ഗൃഹസ്ഥ. മൂന്നാമത്തത് വാനപ്രസ്ഥം, നാലാമത്തത് സന്യാസം. അടുത്തത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് SSC ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി വേദാംഗാസ് ആർ ദർ ഇൻ ടോട്ടൽ? ഇത് വേദാംഗാസാണ്. അപ്പോൾ എത്ര വേദാംഗാസ് ഉണ്ട്? നമ്മൾ പറഞ്ഞു വേദാംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂള്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ടൂള് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വേദങ്ങൾ മനസ്സിലാക്കാനുള്ള ടൂൾസ്, അതാണ് വേദാംഗാസ്. ഇത് 6 എണ്ണം ഉണ്ട്. അടുത്തത് ഹൗ മെനി വേദാംഗാസ് ആർ ദർ ഇൻ ഋഗ്വേദ? വീണ്ടും സെയിം ക്വസ്റ്റ്യൻ. 6. അല്ല, അടുത്തത് മണ്ഡൽസിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ മാറി. ഋഗ്വേദത്തിൽ എത്ര മണ്ഡൽസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. എത്ര മണ്ഡൽസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഋഗ്വേദത്തിൽ 10 മണ്ഡൽസ് ഉണ്ട്. ഹൗ മെനി മണ്ഡൽസ് ആർ ദർ ഇൻ ഋഗ്വേദ? 10 മണ്ഡൽസ്. അടുത്തത് ദ ലാംഗ്വേജ് ഓഫ് ദ ആര്യൻ ടെക്സ്റ്റ്. അതായത് ആര്യൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഏത് ലാംഗ്വേജിൽ പെടുന്നതാണ്? ഇപ്പോൾ ഏതാണ്? അർദ്ധ മഗധ, ഇതെല്ലാം പിന്നെ വരുന്ന, പ്രാകൃതമൊക്കെ പിന്നെ വരുന്ന ഏതാണ്? സംസ്കൃത് ഭാഷയാണ്. ആര്യൻ ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഈ വേദിക് റിലീജിയൻസിനെ, വേദിക് കാലഘട്ടത്തിനെ പറ്റി പറഞ്ഞു. ആ സമയത്തുള്ള ടെക്സ്റ്റ് ഋഗ്വേദ അടക്കം എഴുതപ്പെട്ടിട്ടുള്ളത് സംസ്കൃത ഭാഷയിലാണ്. അതൊരു ഇന്തോ യൂറോപ്യൻ ഫാമിലിയിൽ പെടുന്ന ലാംഗ്വേജാണ്. ആര്യൻ ടെക്സ്റ്റ് സംസ്കൃത്. ധർമ്മസൂത്ര കണ്ടെയ്ൻസ്. ധർമ്മസൂത്ര ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധർമ്മസൂത്ര എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നതാണ്? ഇത് റൂളേഴ്സിന് എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നുള്ള പറയുന്ന നോംസ് ഓഫ് റൂളേഴ്സ് ആണ് ധർമ്മസൂത്ര. അപ്പോൾ മനസ്സിലാവുമല്ലോ, ധർമ്മം ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടത് ആരാണ്? ഭരണകർത്താക്കൾ. നോംസ് ഫോർ റൂളേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോം ഓഫ് വേദ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫോം ഓഫ് വേദ? അപ്പോൾ ഏറ്റവും ഏർലി ഫോം ഓഫ് വേദ ഏതാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു വേദിക് പീരീഡിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഏർലിയും ലേറ്ററും. ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡിലും. ഇതിൽ ഏർലി വേദിക് പീരീഡിൽ ഒറ്റൊന്നും ബാക്കിയുള്ള 3. ഈ 1 ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഋഗ്വേദം. ബാക്കിയുള്ളതൊക്കെ ലേറ്റർ പീരീഡിൽ വരുന്നതാണ്. അടുത്തത് 6ാമത്തത് ആസ് പെർ ഋഗ്വേദ ഫോർ ഏർലി വേദിക് പീരീഡ്. ഈ ഏർലി വേദിക് പീരീഡിനെ വിളിക്കുന്ന പേരാണ് ഋഗ്വേദിക് പീരീഡ്. 1500 to 1000 BC. ശേഷം വരുന്നത് 1000 to 600 ആണെന്ന് കണ്ടു. ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് എ റിവർ ഗോഡസ്? ഇതാണ് നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏർലി വേദിക് പീരീഡിൽ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? കുറച്ചുകൂടെ ഈ ഈസ്റ്റേൺ യൂപ്പിലേക്ക് എത്തിയിട്ടില്ല, അതിൻ്റെ ഇടയിലുള്ളൊരു ഫേസാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ആ ഒരു ഭാഗവും നമ്മൾ ഇന്ന് കാണുന്ന ഇനി പഠിക്കാൻ പോകുന്ന ഈ ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു ബീഹാർ UP ബെൽറ്റിലെ അതിന് ഇടയിലുള്ള ഒരു ഗ്യാപ്പിലാണ് ഏർലി വേദിക് പീരീഡ്. അപ്പോൾ അവിടുത്തെ റിവർ ഗോഡസ് ആരാണ്? സിന്ധു. അടുത്തത് അഥർവവേദ ഇസ് ദ കളക്ഷൻ ഓഫ് ഡാഷ് ഖണ്ഡാസ്. അപ്പോൾ പറഞ്ഞു ഇതും വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഒരേപോലെ കണക്ട് ചെയ്ത് പഠിക്കണം. ഋഗ്വേദ എത്ര എണ്ണമാണ്? 10 എണ്ണാന്ന് പറഞ്ഞു. അഥർവവേദ 20 ഖണ്ഡാസ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കുക. അതാണ് ഇവിടെ ഈ ഓപ്ഷൻ 10 തരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഋഗ്വേദ 10 മണ്ഡൽസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, 10 മണ്ഡൽസ്. ഇവിടെ അഥർവവേദം 20 ഖണ്ഡാസ്, ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അടുത്തതാണ് ഋഗ്വേദ ദർ ഈസ് എ ഹൈം ഇൻ ദ ഫോം ഓഫ് ഡയലോഗ് ബിറ്റ്വീൻ സേജ് എന്ന് പറഞ്ഞാൽ മുനി, വിശ്വാമിത്ര, ബിറ്റ്വീൻ 2 rivers ദാറ്റ് were worshipped as goddess. വിച്ച് ആർ ദീസ് റിവേഴ്സ്? ഇപ്പോൾ ഇതേതായിരുന്നു? ബിയാസ് ആൻഡ് സത്ലജ്. ബിയാസും സത്ലജും ആരുമായിട്ടുള്ളത്? ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ തിരിച്ചിട്ട് ഇങ്ങനെയാണ് വരിക. ഈ മുനീൻ്റെ പേരായിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആവണം. ബിയാസും സത്ലജ് നദിയും വിശ്വാമിത്ര സേജ് മുനി ആയിട്ടുള്ള ഹൈം ആണ് ഋഗ്വേദത്തിലുള്ളത്. ആ മുനീൻ്റെ പേര് വിശ്വാമിത്രം. ആ 2 നദികളുടെ പേര് ബിയാസ് ആൻഡ് സത്ലജ്. ബിയാസിൻ്റെ പഴയ നെയിം ബിബാസ, സത്ലജിൻ്റെ സുദുത്രി. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേദാസ് ഡെൽറ്റ് വിത്ത് മ്യൂസിക്? മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യത്തെ ടെക്സ്റ്റ്, മറ്റേ പാട്ട് ഓർമ്മിക്കുക. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജ ബിംബമായി മാറ്റണേ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വർണ്ണാസ്?
വാസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊട്ടക്റ്റിംഗ് പീപ്പിൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ജസ്റ്റിസ്. അപ്പോൾ ഈ പ്രൊട്ടക്റ്റിംഗ് പീപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ എന്ത് മനസ്സിലായി? ഒരു വാരിയർ, അത് വാരിയർ പിന്നെ ക്ലാനുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലായി. ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ ആസ് പെർ റൂൾസ് ലേഡ് ഡൗൺ ബൈ ധർമ്മസൂത്ര. ധർമ്മസൂത്ര എന്ന് പറയുന്നത് എന്താണ്? ധർമാസ്ത്രാസ്, പ്രൊട്ടക്റ്റിംഗ് പീപ്പിൾ. അപ്പോൾ എന്താണ്? ക്ഷത്രിയാസ്, ഒരു വാരിയർ ക്ലാൻ. ദ വേർഡ് ഇന്ത്യ ഇപ്പം കുറച്ച് കറൻ്റ്ലി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് ഈ 2022 ഇത് ചോദിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ. ദ വേർഡ് ഇന്ത്യ കെയിം ഫ്രം ഇൻഡസ് അഥവാ സിന്ധു നദി. അപ്പോൾ അതിൻ്റെ പേര്, സംസ്കൃതത്തിലെ പേര് സിന്ധു. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേദാസ് ഈസ് ദ ഓൾഡസ്റ്റ്? ഏറ്റവും പഴക്കമുള്ള വേദ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, ഋഗ്വേദ. ഇൻ വിച്ച് ഇയർ വേർ 30 ഋഗ്വേദ മാനുസ്ക്രിപ്റ്റ്സ് ഡേറ്റിംഗ് ഫ്രം 1800 to 1500 BC? ഇത് ഏകദേശമാണ്. ഈ ടൈം പീരീഡ് എന്താണ്? ഇതൊരു ഏകദേശം പീരീഡാണ്, ഇതൊരു കറക്റ്റ് പീരീഡ് അല്ലല്ലോ. ഇപ്പോൾ നമ്മൾ 1700 ശേഷമാണ് പറഞ്ഞു. അപ്പോൾ അതുപോലെ 30 ഋഗ്വേദിക് മാനുസ്ക്രിപ്റ്റ്സ് ഡേറ്റിംഗ് ഫ്രം 1800 to 1500 ഇൻക്ലൂഡഡ് ഇൻ യുനെസ്കോസ് മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്റർ 2007. ഇങ്ങനെ തന്നെ ഓർമ്മിച്ച് നോക്കുക, 2007 എ പേഴ്സൺസ് വേദിക് അപ്രോച്ച് ആൻഡ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് സൊസൈറ്റി ആർ ഡിറ്റർമിൻഡ് ബൈ ദ 4 ഗോൾസ് ഓഫ് ലൈഫ്. അത് ഇതാണ് 4 ഗോൾസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ 4 ലക്ഷ്യങ്ങൾ എന്തെല്ലാമെന്നുള്ളത്, 4 ഗോൾസ് ഓഫ് ലൈഫ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എമംഗ് ദീസ്? അപ്പോൾ 4 ആശ്രംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലേതാണ് ഇല്ലാത്തത്? അർത്ഥ, മോക്ഷ, ധർമ്മ. 4 ഗോൾസ് ഓഫ് ലൈഫിൽ അർത്ഥ, മോക്ഷ, ധർമ്മ. അക്കോർഡിംഗ് ടു രാമായണ, രത്നാകർ വാസ് ദ അതർ നെയിം ഓഫ്. രത്നാകർ എന്ന് പറയുന്നത് ആരാണ്? രാമായണ എഴുതിയത് വാൽമീകി. രാമായണ രത്നാകർ വാസ് ദ അതർ നെയിം ഓഫ് വാൽമീകി. ദ മെയിൻ കളക്ഷൻ ഓഫ് വേദിക് ഹൈംസ്. കളക്ഷൻ ഓഫ് ഹൈംസ്, അപ്പോൾ ഇതാ നേരത്തെ വന്നതാണ്. കളക്ഷൻ ഓഫ് ഹൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? സംഹിത. കളക്ഷൻ ഓഫ് ഹൈംസ് എന്ന് പറഞ്ഞാൽ സംഹിത. അടുത്തത് പുരുഷ സൂക്ത ഈസ് എ ഹൈം ഫ്രം വിച്ച് വേദ? അപ്പോൾ അത് നമ്മൾ ഇത് പുരുഷ സൂക്ത കുറച്ചും കൂടി ഡെപ്തിൽ പഠിച്ചു. അതായത് 10ാമത്തെ മണ്ഡലത്തിൽ ആണ് പുരുഷ സൂക്തി ഉള്ളത്. 10 മണ്ഡലങ്ങൾ ഉള്ളത് ഏതിലാണ്? ഋഗ്വേദത്തിൽ. ഋഗ്വേദത്തിലെ 10 മണ്ഡലങ്ങളിൽ 10ാമത്തെ മണ്ഡലമായിട്ടുള്ള പുരുഷ സൂക്തിയിലാണ് പുരുഷ സൂക്തി ഉള്ളത്. പുരുഷ സൂക്തി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻ. പുരുഷ സൂക്തിയിലാണ് എന്തുള്ളത്? വർണ്ണവ്യവസ്ഥയെ പറ്റി പറയുന്നത്. അടുത്തത് ദ വേർഡ് സത്യമേവ ജയതേ ഓൺ ദ സ്റ്റേറ്റ് എംബ്ലം, അതായത് ഇന്ത്യയുടെ സ്റ്റേറ്റ് എംബ്ലത്തിലുള്ള സത്യമേവ ജയതേ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ ഇത് കണ്ട 2 കാര്യങ്ങൾ വന്നു, മഹാഉപനിഷത്തും മുണ്ടകോപനിഷത്തും. ഇതിലിപ്പം ചോദിച്ചത് സത്യമേവ ജയതേ, സത്യം മുണ്ടകം. സത്യമേവ ജയതേ ഓൺ ദ സ്റ്റേറ്റ് എംബ്ലം ഹാസ് ബീൻ ടേക്കൺ ഫ്രം വിച്ച് ഉപനിഷത്ത്? മുണ്ടകോപനിഷത്ത്. ഇത് ഏത് വേദത്തിൻ്റെ കീഴിലുള്ളതാണ്? അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഏത് വേദം? അഥർവവേദം. ബ്ലാക്ക് മാജിക്, റിച്വൽസും ഒക്കെ ബന്ധപ്പെട്ട അഥർവവേദമാണ് ഈ ഉപനിഷത്തുള്ളത്, മുണ്ടകോപനിഷത്ത്. ഇതിൽ നിന്നാണ് സത്യമേവ ജയതേ വന്നിട്ടുള്ളത്. അതുപോലെ അടുത്തതാണ് മഹാഉപനിഷത്ത്. അടുത്തത് അറ്റ് 1 സ്റ്റേജ് ഇൻ വേദിക് ഏജ് ദ കിങ് വാസ് കോൾഡ് ഗോപതി. ഗോപതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കുക എന്താ? ഗോ എന്ന് പറഞ്ഞാൽ എന്താ? ഗോശാല, ഗൗ എന്നെല്ലാം പറയുന്നത് എന്താണ്? കാറ്റിലാണ്, പശു, ലോർഡ് ഓഫ് കാറ്റിൽ. അപ്പോൾ ഇത് ഓർമ്മിച്ച് നോക്കുക, ഗോപതി എന്ന് വിളിക്കുന്നത് ലോർഡ് ഓഫ് കാറ്റിൽ. വിത്ത് റെഫറൻസ് ടു വേദാംഗാസ് ടൂൾസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ഡിനോട്ട്സ് റിച്വൽ? റിത. റിച്വൽസായി ബന്ധപ്പെട്ടത് കൽപ്പ. അപ്പോൾ ഇത് ഓരോന്നും എന്താ? നമുക്ക് വ്യാകരണം, ഇത് മലയാള അർത്ഥം തന്നെ. വ്യാകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമർ. ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാൾസ് ആസ് പെർ വേദിക് തിയറി? ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഫാൾസ് ഏതാണെന്നാ പറയുന്നത്? ഓപ്ഷൻ സി ആണ് ഫാൾസ്. ദ ബ്രാഹ്മൺസർ ഓർ പ്രീസ് കെയിം ഫ്രം പുരുഷ് ഇയേഴ്സ്. അപ്പോൾ ബ്രാഹ്മൺസ് എവിടുന്ന് വന്നു എന്നാണ് പറയുന്നത്? അപ്പോൾ നമ്മളെ പുരുഷ സൂക്തത്തിൽ 4 പ്രധാനപ്പെട്ട വർണ്ണങ്ങളെപ്പറ്റി പറഞ്ഞു. ആദ്യം ബ്രാഹ്മൺസ് എവിടുന്നാന്ന് പറഞ്ഞു? മൗത്തിൽ നിന്ന് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നില്ല ഇയർ എന്നാണ്, അപ്പോൾ അത് തെറ്റാണ്. ബ്രാഹ്മൺസ് കെയിം ഫ്രം
ഇയർ. ക്ഷത്രിയ, അടുത്തത് ക്ഷത്രിയ വാരിയർ റൂളേഴ്സ്, അതെന്താ ആംസിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. മൂന്നാമത്തത് വൈശ്യാസ്. വൈശ്യാസ് എന്ന് പറയുന്നത് ട്രേഡേഴ്സ് അഥവാ കോമണേഴ്സ്. അപ്പോൾ ഈ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അത് വൈശ്യാസാണ്. അപ്പോൾ അത് തൊട ഭാഗത്ത് നിന്ന് വന്നതാണ്. ഏറ്റവും നാലാമത്തതാണ് ശൂദ്രാസ്, അത് സർവൻസ് ലേബർ വർക്ക്, അത് ഫീറ്റിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ 4 ഓർമ്മിച്ച് വെക്കുക. വൈദിക് തിയറിയിലെ 10th മണ്ഡലിലെ പുരുഷ സൂക്ത പ്രകാരം 4 വർണ്ണാസായിട്ട് തിരിച്ചു: ബ്രാഹ്മൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. മൗത്ത്, ഹാൻഡ് അതായത് ആംസ്, പിന്നെ തൈ, ഫീറ്റ്. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് സപ്പോസ്ഡ് ടു കമ്പൈൽ. കമ്പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒരുമിച്ച് വെക്കുക, ചേർത്ത് വെക്കുക. അവിടെ ഇവിടെയായി കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഒരു ഓർഡറിൽ വെക്കുന്നതിനാണ് കമ്പൈലേഷൻ എന്ന് പറയുക. ഹു എമംഗ് ദ ഫോളോയിങ് സപ്പോസ്ഡ് ടു കമ്പൈൽ ബോത്ത് ദ പുരാണാസ് ആൻഡ് മഹാഭാരത്. ഇപ്പോൾ ഏത് മുനിയാണ്? വ്യാസമുനിനെയാണ് പറയൽ. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ആകാൻ പാടില്ല. വാൽമീകി അല്ല, വസിഷ്ഠമുനിയല്ല, വ്യാസമുനി. പുരാണാസും മഹാഭാരതവും കമ്പൈൽ ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ പറയുന്ന പീരീഡിനൊക്കെ കുറേ ശേഷമാണ് ഇത് കമ്പൈൽ ചെയ്യുന്നത്. ആ സമയത്തൊക്കെ ഈ വേദങ്ങളൊക്കെ വാമൊഴിയായിട്ട് കൈമാറി വരുന്നതാണ്. അപ്പോൾ വ്യാസ ആണ് പുരാണാസും മഹാഭാരതാസും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്ക് വാസ് റിട്ടൺ ബൈ ആര്യഭട്ട? ആര്യഭട്ടീയം. പിന്നെ ഇതിലിപ്പം നാട്യശാസ്ത്രം ഡാൻസുമായി ബന്ധപ്പെട്ടത്. ഇതിനെ എന്തായിട്ട് അറിയപ്പെടലുണ്ട്? ഇപ്പം 4 വേദങ്ങളെ പറ്റി പറഞ്ഞു. ഇത് നമ്മൾ അറിയപ്പെടുന്നത് 5th വേദ എന്നാണ്. ഇത് എഴുതിയത് ഭരതമുനിൻ്റെ നാട്യശാസ്ത്രം. ഭരതമുനിയാണ് നാട്യശാസ്ത്രം എഴുതിയത്. അതെന്തായിട്ടാണ് അറിയപ്പെടുന്നത്? 5th വേദ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നോക്കുക. സാങ്ക്യ സ്കൂൾ ഓഫ് ഫിലോസഫി, നമ്മൾ 6 സ്കൂൾ ഓഫ് ഫിലോസഫി പറഞ്ഞു. അതിൽ സാങ്ക്യ സ്കൂൾ ഓഫ് ഫിലോസഫി വാസ് ഫൗണ്ടഡ് ബൈ കപില. കപില ഈസ് ട്രഡീഷണലി ക്രെഡിറ്റഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് സാങ്ക്യ സ്കൂൾ ഓഫ് ഫിലോസഫി. ഇതാണ് ഓൾഡസ്റ്റ് ഓഫ് ദ ആസ്തിക ഓർ ഫിലോസഫിക്കൽ സിസ്റ്റം. അടുത്തവിടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ്? അപ്പോൾ എന്തുണ്ട്? 4 വേദങ്ങൾ അതെന്താണെന്നുള്ളത് മാച്ച് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ നോക്കുക. സാമവേദം, നോളജ് ഓഫ് സയൻസ്. അപ്പോൾ ഇവിടെ തന്നെ തെറ്റി. അപ്പോൾ ഇതാണ് ആൻസർ. സാമവേദം എന്താണ്? മ്യൂസിക്കുമായി ബന്ധപ്പെട്ടതാണ്. സാമവേദം മ്യൂസിക്കുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് സയൻസ് അല്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള ജസ്റ്റ് നോക്കുക. ഋഗ്വേദം നോളജ് ഓഫ് ഹൈംസ് ആൻഡ് പ്രൈസസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ ചെക്ക് ചെയ്താൽ എന്ത് മനസ്സിലാവും? അടുത്ത പ്രാവശ്യം ഇനി വരിക ഏതായിരിക്കും? ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിച്ചിട്ടായിരിക്കും വരിക. അഥർവവേദം ബ്ലാക്ക് മാജിക് ഫോർമുലാസ്. 4ാമത്തെ ഓപ്ഷൻ യജുർവേദം. യജുർവേദം എന്ന് പറയുമ്പോൾ സാക്രിഫൈഷ്യൽ ഫോർമുലാസ്. ഇതാണ് ഇതിൻ്റെ കീവേഡ്. സാക്രിഫൈഷ്യൽ ഫോർമുലാസ് ആണ് യജുർവേദം. അപ്പോൾ ആൻസർ സാമവേദം എന്തല്ല? സയൻസ് അല്ല, മ്യൂസിക്കാണ്. അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി വേദാംഗാസ് ആർ ദർ ഇൻ ടോട്ടൽ? 6. The disciplines associated with the study and 6 shikshas: phonetics, explanation, astrology. അടുത്ത ക്വസ്റ്റ്യൻ. ഋഗ്വേദിക് നെയിം, അത് പഴയ നെയിം ഏതിൻ്റെ? റിവർ രവി. രവി എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ്റെ പേരാണ്, അതുകൊണ്ട് പരുഷിനി. ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അടുത്തത് വിദാസ്ത, വിദാസ്ത. അസിക്കിനി ചനാബ്, ചലം, വിദാസ്ത. സത്ലജ് ബിയാസും രണ്ടും ഒരേ പേരിലുള്ളത്. സത്ലജ് സുതുത്രി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. ഋഗ്വേദ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡാഷ് ബുക്സ് ഓർ മണ്ഡൽസ്. അതായത് ഋഗ്വേദം എത്ര മണ്ഡൽസ് ആയിട്ട്, ഈ മണ്ഡൽസ് എന്ന് പറയുന്നത് ചെറിയ ബുക്കായിട്ട് മനസ്സിലാക്കുക. ഋഗ്വേദം എത്ര ബുക്കായിട്ടാണ് തിരിച്ചിട്ടുള്ളത്? ആൻസർ 10. ഋഗ്വേദ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 10 മണ്ഡൽസ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് സീക്രട്ട് ബുക്ക് ഓഫ് ഹിന്ദുയിസം. എത്ര? 1028 പോയംസ്, 11600 ഹൈംസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. വേദാംഗാസ്, ടൂൾസ്. അതിൽ റിച്വലുമായി ബന്ധപ്പെട്ട വേദാംഗം ഏതാണ്? ആൻസർ സി, കൽപ്പ. കൽപ്പ ആണ് റിച്വലുമായി ബന്ധപ്പെട്ട വേദാംഗാസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത് നോക്കുക. വേദിക് പീരീഡിൽ
പുരുഷിനി എന്നറിയപ്പെടുന്ന റിവർ ഏതാണ്? എളുപ്പമാണ്, രവി. രവി റിവർ ഈസ് നോൺ ആസ് പരുഷിനി. അപ്പം ഇതാ വേറൊരു പോയിന്റ് കൂടി ഉണ്ട്, ഐരാവതി. ഇതൊരു പഴയൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ്, പണ്ടത്തെ പോയിന്റാണ്. ഐരാവതി എന്നറിയപ്പെടുന്നത് ഏതാണ്? പരുഷിനി തന്നെയാണ്. പരുഷിനി എന്താണ്? രവി റിവർ. പിന്നെ ഇപ്പം ഇതും കൂടെ ചോദിക്കാം, രവി റിവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഐരാവതി. ഇത് റെയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് അടുത്തതിന് NCERT ആയി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നമ്മൾ നോക്കാത്ത പോയിന്റ്സ് ഉണ്ടാവും, അപ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഈ ഇന്തോ ആര്യൻസ് ഇന്ത്യയിലേക്ക് കടന്നു വന്നുവല്ല, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാ ശരിയെന്ന് ചോദിക്കും. ദേ എൻറ്റേർഡ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഫ്രം ദ നോർത്ത് വെസ്റ്റ്. ഇപ്പോൾ നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തേക്കൂടെയാണ് അവർ വന്നത്, അപ്പോൾ അത് ശരി. പഞ്ചാബ് വാസ് ദ ഫസ്റ്റ് പ്രോമിനൻറ്റ് ഹോം. ഈ ഒരു ഭാഗം ഏതാ? പഞ്ചാബ് ഹരിയാന ഭാഗമല്ലേ. അപ്പോൾ പഞ്ചാബ് വാസ് ദ ഫസ്റ്റ് പ്രോമിനൻറ്റ് ഹോം ഓഫ് ഇന്തോ ആര്യൻസ്. ഓപ്ഷൻ ശരി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആൻഡ് ഇൻസ്ക്രിപ്ഷൻ. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊത്ത്, മറ്റേ കല്ലിലൊക്കെ കൊത്തുന്നത് പോലത്തെ, അതാണ് ഇൻസ്ക്രിപ്ഷൻ. ഇൻസ്ക്രിപ്ഷൻ ഓഫ് 14th century BC വിച്ച് ഡിസ്ക്രൈബ്സ് ദ വേദിക് ഗോഡ്സ് ഹാസ് ബീൻ ഫൗണ്ട് ഇൻ. ഇതിൻ്റെ ആൻസർ ബൊഗാസ്കോയ്. അതായത് പിന്നെ നമ്മളിപ്പം പറഞ്ഞു ഈ ആര്യൻസ് ഒക്കെ എവിടെ നിന്ന് വന്നതാണ്? സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഇവർ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തെളിവായിട്ട് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഈ ബൊഗാസ്കോയ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്ക്രിപ്ഷൻ കിട്ടി. ഇതിപ്പോൾ ഏതാ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തുർക്കീൻ്റെ ഒക്കെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ഈ ടർക്കി ഉണ്ടല്ലോ, തുർക്കി, ആ തുർക്കീൻ്റെ ഒക്കെ ഭാഗമാണ് ഈ പറയുന്ന സെൻട്രൽ ഏഷ്യയിലെ ഈ ഭാഗം. അപ്പോൾ അവിടുന്ന് കിട്ടിയൊരു ഇൻസ്ക്രിപ്ഷനിൽ നമ്മുടെ 4 ദൈവങ്ങളുടെ പേര്, അതായത് 4 വേദിക് നെയിം, ഇന്ദ്ര, വരുണ, മിത്ര ആൻഡ് നാസ്ത്യാസ്, ഈ 4 ഗോഡിൻ്റെയും പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ കണ്ടംപററി ആയി ജീവിച്ചിരുന്ന ആളുകളും ഇവിടത്തേക്ക് വന്ന ആളുകളുടെയും ഗോഡുകൾ തമ്മിൽ സാമ്യത ഉണ്ട് എന്നല്ലേ. അപ്പോൾ നമ്മളുടെ ഈ സെൻട്രൽ ഏഷ്യൻ തിയറീനെ ശരിവെക്കുന്നതാണ് ഈ ബൊഗാസ്കോയ് ഇൻസ്ക്രിപ്ഷൻ. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ദിസ് ഇൻസ്ക്രിപ്ഷൻ ഹെൽപ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ മൂവ്മെൻറ്റ് ആൻഡ് ഒറിജിനൽ ഹോം ലാൻഡ് ഓഫ് ദ ആര്യൻസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇവിടുന്ന് ഒരു ഭാഗം ഇന്ത്യയിലേക്കും മറ്റൊരു ഭാഗം യൂറോപ്പിലേക്കും പോയി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദർ ഈസ് സിമിലാരിറ്റി ഇൻ അവസ്ഥ. അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ ഋഗ്വേദം പോലത്തെ, അത് ഏത് ഭാഗത്തെ? പേർഷ്യ ഭാഗമാണ്. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഭാഗം. അവസ്ഥ ഈസ് റിലേറ്റഡ് ടു ഇറാൻ ആസ് ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ടെക്സ്റ്റ് ഇൻ ഇറാനിയൻ ലാംഗ്വേജ്. നമ്മൾ ഹിന്ദുയിസം പോലെ അവിടുത്തെ സ്വരാഷ്ട്രീയൻ മതത്തിലെ പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് ബുക്കാണ് അവസ്ഥ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വൺ ഹൈം ഓഫ് ഋഗ്വേദ കണ്ടെയ്ൻസ് ഡയലോഗ് ബിറ്റ്വീൻ വിശ്വാമിത്ര ആൻഡ് 2 rivers. ഏതൊക്കെയാണെന്നുള്ളത്? ബിയാസും സത്ലജും. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം ഈ 6ാം ക്ലാസ്സിലെ NCERTൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുക്കുന്നതാണ്. ഇതൊക്കെയാണ് പിന്നീട് SSCൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ എന്ത് മനസ്സിലായി? NCERTയിൽ 6ാം ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള ഒരു വരിയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ SSCയിലെ പ്രീവിയസ് ഇയറിൽ ഫ്രഷ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഏതിൽ നിന്നായിരിക്കും? NCERTയിൽ നിന്നായിരിക്കും. അപ്പോൾ അത്യാവശ്യം വേദിക് ഏജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കവറായിട്ടുണ്ട്. ഇനിയും കുറച്ച് വേണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, റെയിൽവേൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം എല്ലാ സൈഡും ആയി. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.